ലാസ്റ്റ് ദിവസം അല്ലേ എക്സാമിന് അവസാന ദിവസം ഇൻഡസ്ട്രി പാഠം. ഇത് രേഷ്മ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രി പാഠം അല്ലേ. ഇൻഡസ്ട്രി അവസാന ക്ലാസ്സിൽ പാട്ട് പാടിപ്പിക്കുക ഉറപ്പായിക്കോട്ടെ. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എല്ലാവരും കൊണ്ട് പഠിപ്പിക്കും കേട്ടോ. എല്ലാവരെയും കൊണ്ട് പഠിപ്പിക്കും. ഓക്കെ. സോ എക്സാമിന് ചോദ്യം വരും. എക്സാമിന് മൈക്രോ ബയോളജി ചോദ്യം വരും. പഠിക്കാം. ഒരു ഓർഗാനിസം വന്നിട്ട് അത് ഗ്രാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചോദിക്കുക അല്ലേ. ശരിയല്ലേ. ഫസ്റ്റ് വരുന്ന കാര്യം മൈക്രോബിൽ നിന്നും ഒരു ഓർഗാനിസം വന്നിട്ട് അത് ഗ്രാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചോദിക്കും. അതുപോലെ തന്നെ ആ വരുന്ന കാര്യം എന്ത് അസുഖം ഉണ്ടാക്കും, എന്തൊക്കെ ഓർഗാനിസം എന്തൊക്കെ അസുഖം ഉണ്ടാക്കും. ചോദ്യം വരുന്ന ഭാഗമാണ് എന്തൊക്കെ ഓർഗാനിസം എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കും, അത് ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ എന്ന കാര്യമെല്ലാം ചോദിക്കും. രായി എക്സാം കഴിഞ്ഞ് പാടണം. എക്സാം കഴിഞ്ഞ് സുഖം കേട്ടോ. എക്സാം കഴിഞ്ഞ് രായി പാടണം. എക്സാം കഴിഞ്ഞില്ലേ സുഖമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മടക്കി വെച്ചിട്ട് ആൻസർ കീബോർഡ് നോക്കാതെ ഉറങ്ങും കേട്ടോ. കാരണം ഈ ഇത്രയും വർഷത്തെ ഒരു കഷ്ടപ്പെടല്ലേ. അതുകൊണ്ട് വേറെ ഒരു ആൻസർ കീ നോക്കണ്ട. സുഖമായിട്ട് മടക്കി വെച്ച് കിടന്ന് ഉറങ്ങുക. സ്ലീപ്പ് അല്ലേ. ഒരു ഈവനിങ് തൊട്ട് ഒരു പകൽ ഉറങ്ങട്ടോ. ഫുൾ ഉറങ്ങട്ടോ. ഇത് ഉറങ്ങുക. ഞാൻ പറയുന്ന കാര്യം ഉറങ്ങുക. അല്ലാതെ വേറെ ഒന്നും നോക്കാതെ വീണ്ടും നോക്കി ഇന്ന് ടെൻഷൻ ആവാതെ ഉറങ്ങുക. ഞാൻ പറഞ്ഞ കാര്യം എക്സാം കഴിഞ്ഞ് വന്ന ഉടനെ ഒരു കാര്യത്തിലോട്ട് പോകാതെ ഉറങ്ങുക. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം ഉറങ്ങുക കേട്ടോ. ഓക്കെ. അപ്പോ മൈക്രോബിൽ നിന്നും ഒരു ഓർഗൻസ് വന്നിട്ട് ഞാൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ എന്തൊക്കെ അസുഖം ഉണ്ടാക്കുമെന്നും ഒരു ഓർഗൻസ് വന്നു കഴിഞ്ഞാൽ അത് എന്തൊക്കെ അസുഖം ഉണ്ടാക്കുമെന്ന് എക്സാമിന് ചോദിക്കും. സോ ഓരോന്നായി പഠിക്കാം. നമുക്ക് ആദ്യം പഠിക്കേണ്ട കാര്യം ദ ഷേപ്പ് ഓഫ് ദ ബാക്ടീരിയ. ദ ഷേപ്പ് ഓഫ് ദ ബാക്ടീരിയ. സ്റ്റാർട്ട് ചെയ്യാം. പഠിക്കാം. ഇവിടെ ആദ്യം പഠിക്കേണ്ട കാര്യം ദ ഷേപ്പ് ഓഫ് ദ ബാക്ടീരിയ. പഠിക്കാം. കേട്ടിടുക. മെയിൻലി പ്രധാനമായിട്ടും എത്ര ഷേപ്പ് ഉണ്ട്? ഇത്രയുണ്ട്. രണ്ടുണ്ട് അല്ലേ. പ്രധാനമായിട്ട് നമുക്ക് മൈക്രോബയോളജിക്കകത്ത് രണ്ട് ഷേപ്പ് ബാക്ടീരിയ അല്ലേ. രണ്ട് ഏതൊക്കെയാ? സ്പെറിക്കൽ ഉണ്ടോ? സ്പെറിക്കൽ അല്ലെങ്കിൽ ഇത് ഓവഡ് ഉണ്ടോ? പ്രധാനമായിട്ടും രണ്ട് ഷേപ്പ്. പ്രധാനമായിട്ടും രണ്ട് ഷേപ്പ് ഏതൊക്കെയാ? സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവഡ് അല്ലേ. ഓല്ലേ. പ്രധാനമായിട്ട് രണ്ട് ടൈപ്സ് ഉണ്ട്. സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവഡ് ഉണ്ട്. ഈ പറഞ്ഞ സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവഡ് നമ്മൾ എന്ത് പറയും? കോക്കയെന്നാണോ? ഈ പറഞ്ഞ സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കോക്കയാണോ? കോക്ക ബാക്ടീരിയ ആണോ? ഓവഡ് ഷേപ്പ് അല്ലെങ്കിൽ ഈ സ്പെറിക്കൽ എന്ന് പറയുമ്പോൾ എന്ത് വിളിക്കാം? കോക്കയാണോ? കോക്കയിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്. നോക്കാമോ? ഈ പറഞ്ഞ ഓവഡ് ഷേപ്പ് മറക്കരുത്. ഓവഡ് ഷേപ്പ് ചോദിക്കും. ഓവഡ് ഷേപ്പ് അല്ലെങ്കിൽ ഈ സ്പെറിക്കൽ ഷേപ്പ് പറയുമ്പോൾ തന്നെ കോക്കൈ എന്ന് പറയും. അത് ക്ലിയർ ആയോ? ഓരോ കാര്യം ചോദിക്കുകയാണ്. സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവഡ് എന്ന് പറയുമ്പോൾ കോക്കയാണ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ. ഞാൻ പറയാം. ക്ലിയർ ആയോ? ക്ലിയർ. ഇനി ഈ പറഞ്ഞ കോക്കയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ചോദ്യം കേട്ടോ. കോക്കയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ആ കോക്കയ്ക്കകത്ത് സിംഗിൾ സെൽ മാത്രമാണെങ്കിൽ വിളിക്കാം മൈക്രോ കോക്കെ അല്ലെ. സിംഗിൾ സെൽ മാത്രമാണെങ്കിൽ മൈക്രോ കോക്കെ. സിംഗിൾ സെൽ മാത്രം എന്ന് വിളിക്കാം. കോക്കയിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്. അത് സിംഗിൾ സെൽ മാത്രമാണെന്ന് വിളിക്കാം മൈക്രോ കോക്കെ. ക്ലിയർ ആയോ? സിംഗിൾ സെൽ മാത്രം വിളിക്കാം മൈക്രോ കോക്കെ. ചോദിക്കും കേട്ടോ. സിംഗിൾ സെൽ മാത്രമാണെങ്കിൽ മൈക്രോ കോക്കെ. ഇയാൾ 2 സെൽ ഉണ്ടെങ്കിലോ? രണ്ട് സെൽ പെയ്ഡ് ആയിട്ടുള്ള രണ്ട് സെൽ ഉണ്ടെങ്കിൽ ദ ഡിപ്ലോ കോക്കയാണോ? പെയ്ഡ് ആയിട്ടുള്ള രണ്ട് സെൽ ഉണ്ടെങ്കിൽ ദ ഡിപ്ലോ കോക്കെ അല്ലേ. സിംഗിൾ സെൽ മാത്രമാണെങ്കിൽ മൈക്രോ കോക്കെ. രണ്ട് പെയ്ഡ് സെൽ ആണെന്ന് വിളിക്കാം ഡിപ്ലോ കോക്കെ എന്നും പറയാം. ക്ലിയർ? ഇത്ര ക്ലിയർ? സ്റ്റാർട്ടിങ് ക്ലിയർ? ഇനി ഒരുപാട് സെൽ ഉണ്ടെങ്കിലോ? ക്ലസ്റ്റർ സെൽസ് ഉണ്ടെങ്കിലോ? വിളിക്കാം. അറിയാം. സ്റ്റഫിലോകോക്കെ സ്ഥിരമായി കേൾക്കുന്നൊരു വാക്കല്ലേ. സ്ട്രെപ്റ്റോകോക്കയും കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ടോ? കോക്കയ്ക്കകത്ത് ക്ലസ്റ്റർ സെൽസ് ഉണ്ടെങ്കിൽ സ്റ്റഫൈലോകോക്കെ വിളിക്കാം. എന്താണ്? ഒരു കൂട്ട സെൽ ഉണ്ടെങ്കിൽ സ്റ്റഫൈലോകോക്കെ വിളിക്കാം അല്ലെ. ക്ലസ്റ്റർ സെൽസ് ആണെങ്കിൽ എന്താ?
സ്റ്റെഫിലോകോക്കസ് പറയും. സ്ഥിരമായി സ്റ്റെഫിലോകോക്കസ് എന്ന വാക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത്രയും വർഷമായിട്ട് അർത്ഥം അറിയില്ല. ഷേപ്പ് വെച്ച് പറയുന്നത് വർഷങ്ങളായിട്ട് ഈ ഒരു വാക്ക് പറയുമ്പോൾ അറിയാമായിരുന്നു ഷേപ്പ് വെച്ചിട്ടാണ് സ്റ്റെഫിലോകോക്ക് എന്ന് പറയുന്നത്. അല്ലല്ലോ, വർഷങ്ങളായിട്ട് പേര് കേൾക്കുമ്പോൾ ഈ ഷേപ്പ് വെച്ചിട്ടാണ് സ്റ്റെഫിലോകോക്ക് എന്ന് പറയുന്ന ബോധ്യം ഇനി വേണം കേട്ടോ. വർഷങ്ങളായിട്ട് ഷേപ്പ് വെച്ചാണ് എന്താണ് സ്റ്റെഫിലോകോക്ക് എന്ന് പറയുന്ന കാര്യം ഇനി ഓർമ്മ. ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ടെങ്കിൽ സ്റ്റെഫിലോകോക്ക്, പേഴ്സ് ആണെങ്കിൽ ഡിപ്ലോകോക്ക്, സിംഗിൾ സെൽ ആണെങ്കിൽ മൈക്രോകോക്ക്, ഇനി ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണെങ്കിൽ സ്റ്റെഫിലോകോക്ക്. ഇനി എന്താ സ്ട്രെപ്റ്റോകോക്ക്? എന്താ സ്ട്രെപ്റ്റോകോക്ക്? എന്താ ചെയിൻസ് ഓഫ് സെൽസ് ആണെങ്കിൽ ചെയിൻസ് ഓഫ് സെൽസ് ഉണ്ടെന്ന് വിളിക്കാം. ചെയിൻ പോലുള്ള സെൽസ് വന്നാൽ സ്ട്രെപ്റ്റോകോക്ക്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഞാൻ തുടങ്ങിയ കാര്യം മനസ്സിലായോ? ഞാൻ തുടങ്ങി എന്താ സ്റ്റഡി എന്താ? ബാക്ക് ടു ഷേപ്പ് അല്ലേ? ഞാൻ തുടങ്ങിയാലും ബാക്ക് ഷേപ്പ് അല്ലേ? ഫസ്റ്റ് പ്രധാനമായിട്ടും രണ്ടിനെ പറഞ്ഞില്ല. ഇതൊക്കെയാ സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവൽ പറയാം അല്ലെ? സ്പെറിക്കലിനകത്ത് എന്താണ് ഈ സ്കാൾസോപ്പ് കോക്കെ വിളിച്ചൂടെ? കോക്കെ വിളിച്ചൂടെ? കോക്കി എന്ന് വിളിക്കാം അല്ലെ? കോക്കെ വിളിച്ചൂടെ? അത് സിംഗിൾ സെൽ എന്ന് വിളിക്കാം. സിംഗിൾ സെല്ലാണെങ്കിൽ മൈക്രോകോക്കെ, പെയ്ഡ് ആണെങ്കിൽ ഡിപ്ലോകോക്കെ, ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ടെങ്കിൽ സ്റ്റെഫിലോകോക്കെ, ചെയിൻ ഓഫ് സെൽ ഉണ്ടെങ്കിൽ സ്ട്രെപ്റ്റോകോക്കെ. ക്ലിയർ? ക്ലിയർ? അറിയാമായിരുന്നു കാര്യമൊക്കെ? അറിയാമായിരുന്നു ഇത്? കാരണം സ്ഥിരമായിട്ട് സ്ട്രെപ്റ്റോകോക്ക് കേൾക്കുന്ന നോക്കാണ്. യെസ്, അറിയാൻ പറ്റും. മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് എവിടുന്ന? ഷേപ്പിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഷേപ്പിന്റെ അടിസ്ഥാനത്തിലെ ബാക്ടീരിയ ഡിവൈഡ് ചെയ്തത്. ഷേപ്പിന്റെ അടിസ്ഥാനത്തിലല്ലേ ബാക്ടീരിയ നമ്മൾ ഡിവൈഡ് ചെയ്തത്? ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ കുറെ സെൽസ് ക്ലസ്റ്ററായി രൂപം കൊണ്ട് വിളിക്കാം. കുറെ സെൽസ് ക്ലസ്റ്റർ ആയിട്ട് രൂപം കൊണ്ട് എന്ത് വിളിക്കാം? സ്റ്റെഫിലോകോക്കസ് ആണോ സ്ട്രെപ്റ്റോകോക്കസ് ആണോ? സ്റ്റെഫിലോകോക്കസ് അല്ലേ? അതേസമയം ഈ പറഞ്ഞ എന്താണ് ബാക്ടീരിയ എന്താണ് ചെയിൻ ഓഫ് സെൽസ് ആണെങ്കിൽ വിളിക്കാം സ്ട്രെപ്റ്റോകോക്കെ. ക്ലിയർ? 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 യെസ്. സോ പറഞ്ഞെന്താ? സ്പെറിക്കൽ പറഞ്ഞല്ലേ? ഷേപ്പ് എന്താ? സ്പെറിക്കൽ ആണോ? സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവൽ കിട്ടിയോ? സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവൽ കിട്ടിയോ? വളരെ വ്യക്തം പിടിക്കുക. സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവൽ കിട്ടിയോ? സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് കിട്ടിയോ? കിട്ടി. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് എന്താ? റോഡ് ഷേപ്പ് ബാക്ടീരിയ. നെക്സ്റ്റ് എന്താ? റോഡ് ഷേപ്പ് ബാക്ടീരിയ. ഏതൊക്കെ ഉണ്ട്? പഠിക്കണം. സ്പെറിക്കൽ അല്ലെങ്കിൽ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. റോഡ് ഷേപ്പ് ബാക്ടീരിയ നമ്മൾ എന്തോ പേര് വിളിക്കാറുണ്ട്. നമ്മൾ എന്തോ ഒരു പേര് വിളിക്കാറുണ്ട്. ബാസില്ലെ എന്നാണോ? ബാസില്ലെ, ബാസില്ലെ. ഇവിടെ ചോദ്യം ഉണ്ട്. ഇവിടെ ചോദ്യമുണ്ട്. ഇവിടെ ചോദ്യമുണ്ട്. ബാക്ടീരിയോ? ബാസില്ലെ, 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 ബാസില്ലെ. ഇൻഡസ്ട്രി ബാസില്ലെ, ബാസില്ലെ. റോഡ് ഷേപ്പ് ഉള്ള ബാക്ടീരിയ പറഞ്ഞ പേരെന്താ? റോഡ് ഷേപ്പ് ഉള്ള ബാക്ടീരിയ നമ്മൾ പറഞ്ഞ പേരെന്താ? ബാസില്ലെ എന്ന് പറഞ്ഞു. ഇവിടെ റോഡ് ഷേപ്പ് ഉള്ള ശരിക്കും പഠിക്കുന്നതൊക്കെ ചോദിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ അവസാന നിമിഷം പഠിക്കുന്നതൊക്കെ പഠിക്കുമോ? ഇല്ല. പഠിക്കും ഇതൊക്കെ? എത്ര റെക്കോർഡ് കിട്ടിയിട്ട് പഠിക്കുമായിരുന്നു? ഇല്ലല്ലോ, പഠിക്കില്ലല്ലോ. എത്ര പഠിച്ചാലും ഇതൊക്കെ അവസാനം പഠിക്കില്ല. എത്ര പഠിച്ചാലും ഇതൊക്കെ അവസാനം പഠിക്കാൻ നിൽക്കില്ല. ബാക്കിയുള്ള സിസ്റ്റം മാത്രം പരിശ്രമിക്കും. ഇവിടെ ചോദ്യം വരും. ഞാൻ പറയും ചോദ്യം വരും. റോഡ് ഷേപ്പ് ബാക്ടീരിയ ബാസില്ലെ അല്ലേ? റോഡ് ഷേപ്പിലുള്ള ബാക്ടീരിയ എപ്പോഴും ബാസില്ലെ എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? റോഡ് ഷേപ്പുള്ള ബാക്ടീരിയ എപ്പോഴും ബാസില്ലെ എന്ന് വിളിക്കാം. ഇനി ചോദിക്കട്ടെ, ക്ലസ്റ്റർ ഓഫ് സെൽസ് അത് വിളിക്കാം. ക്ലസ്റ്റർ ഓഫ് സെൽസ് വന്നാൽ സ്റ്റെഫിലോകോക്ക് അല്ലേ? ആണോ? and the chain of the chain of cells streptococcus. The chain of cells streptococcus. And the rod shape ആണെങ്കിലോ bacilli. And the rod shape bacilli. Bacilli. Clear? First part clear.
എല്ലാവർക്കും ഒരുപോലെ ഇപ്പൊ ഉള്ള എല്ലാ ആൾക്കാർക്കും ഒരുപോലെ മനസ്സിലാകും. ഇപ്പൊ ഉള്ള എല്ലാ ആൾക്കാർക്കും ഫുള്ള് മനസ്സിലായോ? എക്സാമിൽ ചോദ്യം ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? അത് കഴിഞ്ഞു. ഈ ഒരു കാര്യം കൂടെ എവിടെ സ്റ്റെയിനിങ് കണ്ടോ? സ്റ്റെയിനിങ്, ഗ്രാം സ്റ്റെയിനിങ്, സ്റ്റെയിനിങ് കേട്ടോ? ഗ്രാം സ്റ്റെയിനിങ് കേട്ടോ? സ്റ്റാർട്ട് ചെയ്യാം. സോ ദ ഗ്രാം സ്റ്റെയിനിങ് ആരാ കണ്ടുപിടിച്ചത്? ഗ്രാം സ്റ്റെയിനിങ് ആരാണ് കണ്ടുപിടിച്ചത്? HCG ഗ്രാം. അത് ഓർമ്മിച്ചാൽ മതി, ഗ്രാം. അപ്പൊ ഇത് പഠിക്കുമ്പോൾ വീണ്ടും പറയാം, ആരൊക്കെ എന്താ കണ്ടുപിടിച്ചു എന്ന പേര് ചോദിക്കുമ്പോൾ കേട്ടോ. സാർ ആരൊക്കെ എന്താ കണ്ടുപിടിച്ചു, എന്തൊക്കെ ഉണ്ട്, പെൻസിൽ ആരാണ്, അതാരാണ്, ഇനി മെസ്സേജ് ഇടും, മെസ്സേജ് ഇടണം കേട്ടോ. ആരൊക്കെ എന്താ കണ്ടുപിടിച്ചു, പെൻസിൽ ആരാണ്, ഇത് മൈക്രോ ബാക്ടീരിയ ആരാണ്, ട്യൂബർക്കുലി ആരാണ്, അതാരാണ്, ഇതാരാണ്. ഇന്നില്ലെങ്കിൽ നാളെ രാവിലെ എങ്കിലും ഇടോ. ഇന്ന് വേണ്ട, രാവിലെ എങ്കിലും ഒന്നിടോ. നാളെ രാവിലെ സാർ ആരൊക്കെ എന്തൊക്കെ ഇൻവെന്റ് ചെയ്തു, ആരൊക്കെ ഇത് കണ്ടുപിടിച്ചു ഇടണം കേട്ടോ. കിട്ടിയ കാര്യം ഇതൊക്കെ. സോ ഗ്രാം സ്റ്റെയിനിങ് ആരാ? ഇസ് HCG ഗ്രാം. ഗ്രാം 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 എന്തുകൊണ്ട് അതിനെ പറയുന്നത്? പേര് എന്താ? പഠിക്കണം പിള്ളേർ കേട്ടോ. പഠിക്കുവാണെങ്കിലും മാക്സിമം ലീവ് എടുക്കണം. മാക്സിമം ലീവ് ഇല്ലേ? ഇത് ലീവ് ഇല്ലേ? ലീവ് എടുത്ത് പെൻഡിങ് കംപ്ലീറ്റ് കേട്ടോ. അവസാനം എടുക്കാതെ ഇപ്പോഴും ലീവ് കേട്ടോ. അവസാനം ലീവ് എടുക്കാതിരിക്കാതെ ഇപ്പൊ ലീവ് എടുക്കുക. അവസാനം എല്ലാവരും എടുക്കുമ്പോൾ കിട്ടില്ല. ചിലപ്പോ അവസാനം എല്ലാവരും ലീവ് എടുക്കുമ്പോൾ കിട്ടില്ല. എനിക്ക് എന്റെ കുട്ടി പലയിടത്തും അറിയാം, എല്ലാ സെന്ററിലുള്ള ആൾക്കാർക്ക് അറിയാം. അവർ തന്നെ നിങ്ങൾ കോമ്പറ്റീവ് കൊണ്ട് ലീവ് എടുക്കും. ആ സമയത്ത് ചില ആൾക്കാർ എന്താണ്, ചില ആൾക്കാർ ഫേവർ വലിക്കില്ലേ? അതെ, ഇപ്പൊ ചില മേഡത്തിന് ഇപ്പൊ ചില ആൾക്കാർ ഫേവറബിൾ ആയിരിക്കും, അവർക്ക് ലീവ് കൊടുക്കും, തരില്ല. അതുകൊണ്ട് ഇപ്പോൾ പഠിക്കട്ടോ, പഠിക്കോ. സോ പ്രധാനമായിട്ടും ടു ടൈപ്സ് ഓഫ് ഗ്രാം സ്റ്റെയിനിങ് എന്തൊക്കെയാ? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഇല്ലേ? പ്രധാനമായിട്ട് രണ്ട് ടൈപ്സ് ഓഫ് ഗ്രാം സ്റ്റെയിനിങ് ഉണ്ട്. ഗ്രാം പോസിറ്റീവ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഉണ്ട്. ഈ പിക്ചർ ഓർമ്മിക്കട്ടോ. ഈ ഒരു പിക്ചർ ഒന്ന് കണ്ണിൽ ഓർമ്മിക്കട്ടോ. ഓർമ്മിച്ചോ? നോക്കിയോ? ഓർമ്മിച്ചോ? പിക്ചർ ഒന്ന് നോക്കി. സാർ രണ്ട് റൗണ്ട് കണ്ടു. അപ്പുറത്തെ റൗണ്ടിൽ കുറച്ചേ ഉള്ളൂ, ഇപ്പുറത്തെ റൗണ്ട് കൂടുതലുണ്ട്. ആദ്യത്തെ റൗണ്ട് കളർ നീലയാണ്, സെക്കൻഡ് റൗണ്ട് പിങ്ക് ആണ്. അവിടെ കുറെ കുത്തുകുത്ത് കാണുന്നുണ്ട്. അതല്ലേ സത്യല്ലേ? അതല്ലേ സാർ? അതല്ലേ ഇത്? ആദ്യത്തെ റൗണ്ട് ഇത് ബ്ലൂ ആണ്, സെക്കൻഡ് ആണെങ്കിൽ ഇത് പിങ്ക് ആണ്. അവിടെ കുറെ പിങ്ക് ആണെങ്കിൽ കുറെ ഉണ്ട്, ഇത് ബ്ലൂ ആണെങ്കിൽ കുറച്ചേ ഉള്ളൂ സാർ. പക്ഷെ നീളം കൂടുതലാണ്. അതല്ലേ 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 അല്ലേ അതല്ലേ കണ്ടത് നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് മുതൽ കണ്ടതല്ലേ സാർ? ഫസ്റ്റ് റൗണ്ടിനകത്ത് ഇത് ബ്ലൂ ആണ്, അവിടെ കുറച്ച് കുത്ത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ആണെങ്കിൽ പിങ്ക് ആണ്, അവിടെ കുറച്ച് കൂടുതലുണ്ട്. സാർ കുറെ കുത്തുണ്ട്, പക്ഷെ ചെറുതാണല്ലേ എല്ലാം. അവിടെ ഒരു ചോദ്യമുണ്ട്, ഏതെങ്കിലും ബാക്ടീരിയ എന്ന് പറഞ്ഞേ ഗ്രാം പോസിറ്റീവ് എന്താ? ഗ്രാം പോസിറ്റീവ് അസിഡിക് സ്റ്റെയിൻ ആണോ ഓർ ബേസ് സ്റ്റെയിൻ ആണോ? നിങ്ങൾ പഠിച്ചു വെച്ച കാര്യം, സ്റ്റെയിൻ എന്ന് കേട്ടാൽ പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് ആണ്. പഠിച്ചു വെച്ച സ്റ്റെയിൻ എന്ന് കേട്ടാൽ പോസിറ്റീവ് സ്റ്റെയിൻ ആണോ നെഗറ്റീവ്? അറിയാമോ? ബാക്ടീരിയ എല്ലാം എടുക്കില്ലേ? ബാക്ടീരിയകൾ എല്ലാ സ്റ്റെയിൻ എടുക്കില്ലേ? ബാക്ടീരിയകൾ എല്ലാ സ്റ്റെയിൻ എടുക്കോ? യെസ്, എടുക്കും. എല്ലാ ഇത് അബ്സർവ് ചെയ്യില്ലേ? ബാക്ടീരിയ എല്ലാ അബ്സർവ് ചെയ്യില്ലേ? ബാക്ടീരിയകൾ എല്ലാ സ്റ്റെയിൻസിനെ അബ്സോർവ് ചെയ്യില്ലേ? ബാക്ടീരിയകൾ എല്ലാ സ്റ്റെയിനും അബ്സോർവ് ചെയ്യില്ലേ? ചോദ്യം ഇതാണ്. ബാക്ടീരിയ എല്ലാ സ്റ്റെയിൻസിനെ അബ്സോർവ് ചെയ്യില്ലേ? ഫസ്റ്റ് ചോദ്യമാണ്. ചെയ്യും. പക്ഷേ ബാക്ടീരിയ എല്ലാ സ്റ്റെയിനും അബ്സോർവ് ചെയ്താലും ഗ്രാം പോസിറ്റീവ് എന്ന് എന്തായിരിക്കും? ഗ്രാം പോസിറ്റീവ് എന്ന് എന്തായിരിക്കും? ബാക്ടീരിയ എല്ലാ സ്റ്റെയിൻസിനെ അബ്സോർവ് ചെയ്യും, പക്ഷെ ഗ്രാം പോസിറ്റീവ് എന്തായിരിക്കും? എന്തായിരിക്കും? കൗണ്ടർ സ്റ്റെയിനിങ് കഴിയുമ്പോൾ വയലറ്റ് കളർ തരുന്നതാണോ? കൗണ്ടർ സ്റ്റെയിനിങ് കഴിയുമ്പോൾ വയലറ്റ് കളർ തരുന്നതാണോ ഗ്രാം പോസിറ്റീവ്? പിക്ചർ കണ്ട കാര്യമാണ്.
പിക്ചർ കണ്ട കാര്യമാണ്. കൗണ്ടർ സ്റ്റെയിൻ കഴിയുമ്പോൾ വയലറ്റ് കളർ തരുന്നതാണോ? കൗണ്ടർ സ്റ്റെയിൻ കഴിയുമ്പോൾ വയലറ്റ് കളർ തരുന്ന ഗ്രാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ചോദ്യം വരുന്നത് കൗണ്ടർ സ്റ്റെയിനിങ് കഴിയുമ്പോൾ ശേഷം വയലറ്റ് കളർ കിട്ടിയത് വിളിക്കാം പോസിറ്റീവ്. അപ്പൊ ഇത് പിക്ചർ ആരാ? പിക്ചറിൽ ഫസ്റ്റ് പിക്ചർ ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ് പിക്ചർ ആണോ സെക്കൻഡ് ആണോ? വയലറ്റ് ആരാ? ആരാ? ഫസ്റ്റ് അല്ലേ? ഞാൻ കുറേ അറുപതാണ്. പറഞ്ഞേ. ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ കൗണ്ടർ സ്റ്റെയിൻ ചെയ്ത സമയത്ത് ശേഷം വയലറ്റ് കളർ തരും, അതല്ലേ ഗ്രാം പോസിറ്റീവ്. ആഫ്റ്റർ സ്റ്റെയിൻ ശേഷം വയലറ്റ് കിട്ടും. വയലറ്റ് എന്ന് പറയുന്നതായിരിക്കും. വയലറ്റ് എന്തായിരിക്കും? എപ്പോഴും ബേസിസ് സ്റ്റെയിൻസിനെ അബ്സോർവ് ചെയ്ത് കളറാണോ? ആണോ? എപ്പോഴും ബേസിസ് സ്റ്റെയിനെ അബ്സോർവ് കളർ വയലറ്റ്. ബേസിക് സ്റ്റെയിൻസിനെ അബ്സോർവ് കളറാണോ വയലറ്റ്? ആണല്ലേ? ബേസിക് സ്റ്റെയിൻസിനെ അബ്സോർവ് ചെയ്ത് സ്റ്റെയിനിലത് അല്ലേ? ആണ്. ഇനി പറഞ്ഞത് ഗ്രാം നെഗറ്റീവ് എന്താ? ഗ്രാം നെഗറ്റീവ് എന്താ? ഗ്രാം നെഗറ്റീവ് എന്താ? ഗ്രാം നെഗറ്റീവ് പറയാൻ എന്താ? ഇവിടെ ചോദ്യം ഉണ്ടേ. ചോദ്യം ഉറപ്പായിട്ടുണ്ടായിരിക്കും. എന്തായിരിക്കും? 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 എന്ത് കളറ? എന്തായിരിക്കും എന്ന് പഠിക്കാൻ കഴിയുള്ളതൊക്കെ. എന്തായാലും കളറ? അതായത് നമ്മൾ ഈ പറഞ്ഞ ബേസിസ് ചേഞ്ച് ചെയ്യുമ്പോഴേ, നമ്മളിപ്പോ ബേസിസ് ചേഞ്ച് ചെയ്യുമ്പോൾ കളർ മാറി ഏകദേശം വയലറ്റ് കളർ ആവില്ലേ? നമ്മൾ ഈ പറഞ്ഞ ബേസിസ് ചേഞ്ച് കേക്കണേ. ബേസിസ് ചേഞ്ച് ചെയ്യുമ്പോഴേ, ബേസിക് ചേഞ്ച് ചെയ്യുമ്പോൾ കളർ മാറി ഏകദേശം വയലറ്റ് കളർ ആവില്ലേ? അല്ലെ? അത് അസിഡ് ഡൈ ഇല്ലേ? അസിഡിക് ആയിട്ടുള്ള ഡൈ യൂസ് ചെയ്യുമ്പോഴും കളർ മാറി വയലറ്റ് കളർ ആവില്ലേ? പിങ്ക് ആണോ വയലറ്റ് ആണോ? ബേസിക് ഏത് കളർ? ബേസിക് ഏത് കളർ? പിങ്ക് വയലറ്റ് ആണോ? നോക്കട്ടെ. ബേസിക് എന്താ? ചോദ്യമായിരിക്കും. ഇത് ബേസിക് എന്താ? ബേസിക് എന്താ? ബേസിക് എന്താ? എന്താ? അസഡിക്കും ബേസ് ചോദിക്കും. ആലോചിച്ച് പറയുക. ഫസ്റ്റ് പറഞ്ഞ എന്താ? ഞാൻ വീണ്ടും പറയാം. ഫസ്റ്റ് എന്തായിരിക്കും? ഫസ്റ്റ് ഒരു ബേസിക് അല്ലേ? ഫസ്റ്റ് പറഞ്ഞ വയലറ്റ് ബേസിക് അല്ലേ? ഫസ്റ്റ് കിട്ടുന്ന ഇത് വയലറ്റ് കിട്ടണമെങ്കിൽ ബേസിക് അല്ലേ? അല്ലേ? വീണ്ടും പറയാം. ഫസ്റ്റ് പറഞ്ഞ വയലറ്റ് കിട്ടണമെങ്കിൽ ബേസിക് ഡൈ അല്ലേ? ബാക്ടീരിയൽ അല്ലേ? പറഞ്ഞ തെറ്റിക്കരുത്. ഞാൻ വീണ്ടും പറയാം. അല്ലേ? അല്ലേ പറഞ്ഞേ? ഫസ്റ്റ് വയലറ്റ് കിട്ടുന്നതായിരിക്കും ബേസിക് ഡൈ അല്ലേ? ഡൈ അല്ലേ? പറഞ്ഞേ അല്ലേ? അല്ലേ? ആണ്. ശേഷം ബാക്ടീരിയക്കകത്ത് ഈ പറഞ്ഞ എന്താണ് ആസിഡ് ഡൈ ഒഴിച്ചത് കിട്ടും. അതേ സംഭവം തന്നെ ബാക്ടീരിയക്കകത്ത് ആസിഡ് ഡൈ ഒഴിച്ചാൽ എന്ത് കളർ കിട്ടും? ബാക്ടീരിയക്ക് ആസിഡ് ഡൈ യൂസ് ചെയ്ത് കിട്ടും. പിങ്ക് റെഡ് ആണോ? പിങ്ക് റെഡ് കളർ അല്ലേ? അല്ലേ? പിങ്ക് റെഡ് ആണോ? പിങ്ക് റെഡ് ആണോ? ചോദ്യം വരും. ആസിഡ് ഡൈ ഒഴിച്ചാൽ പിങ്ക് റെഡ് കളർ അല്ലേ? അല്ലേ? പറഞ്ഞേ. പിങ്ക് റെഡ് കളർ ആയാൽ ബാക്ടീരിയ ഷോസ് ഗ്രാം പോസിറ്റീവോ നെഗറ്റീവ് ആണോ? വീണ്ടും ചോദിക്കട്ടെ. പിങ്ക് റെഡ് കളർ കിട്ടിയല്ലേ? പിങ്ക് റെഡ് കളർ കിട്ടി ബാക്ടീരിയ പോസിറ്റീവ് നെഗറ്റീവ്? ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ബാക്ടീരിയ അല്ലേ? പിങ്ക് കിട്ടിയ ഗ്രാം നെഗറ്റീവ് ആണ്. ഈ പറഞ്ഞ സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ പിങ്ക് റെഡ് കളർ കിട്ടിയ പിങ്ക് റെഡ് കളർ കിട്ടിയ ഗ്രാം നെഗറ്റീവ് ആണ്. മറക്കരുത്. സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ പിങ്ക് റെഡ് കളർ കിട്ടിയാൽ എന്താ? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. അപ്പൊ ഗ്രാം പോസിറ്റീവ് എന്താ? ഗ്രാം പോസിറ്റീവ് എന്താ? പോസിറ്റീവ് കളർ എന്താ? ആലോചിച്ച് പറയുക. വയലറ്റ് ആണോ? ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ വയലറ്റും, ഗ്രാം നെഗറ്റീവ് എന്താ? എല്ലാം പറയാം. ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ വയലറ്റും, ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ പിങ്ക് റെഡ് കളർ. രണ്ട് കിട്ടിയോ? മനസ്സിലായോ? കാര്യം മനസ്സിലാക്കും. ഒന്ന് മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ അല്ലോ?
ഇത് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എക്സാമിൽ ചോദ്യം പറയാറുണ്ട്. ഇത് എയിംസ് ആയാലും ജിഗ്മർ ആയാലും കേരള പീസ് ആയാലും ഒരു സ്റ്റെയിനിങ് മെത്തേഡ് പഠിക്കും. ഒരു സ്റ്റെയിനിങ് മെത്തേഡിലെ ഒരു സ്റ്റെയിനിങ് മെത്തേഡ് പഠിക്കും. എന്താ 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 കാണാം. ഞാൻ അവിടെ ഇത് മാർക്ക് കണ്ടായിരിക്കും. കണ്ടോ? ആസിഡ് ഫാസ്റ്റ് ബാസിൽ ആണോ? അതിന് മുമ്പായിട്ട് ഈ പറയുന്ന പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെ കളറും ഉണ്ടല്ലോ. പോസിറ്റീവിന്റെ നെഗറ്റീവ് കളറും ഉണ്ടല്ലോ. പിങ്ക് റെഡ് എവിടെയാ? പിങ്ക് റെഡ് എവിടെയാ? പിങ്ക് റെഡ് എവിടെയാ? പിങ്ക് റെഡ് എവിടെയാ? ചോദിക്കട്ടെ, പിങ്ക് റെഡ് എവിടെയാ? പിങ്ക് റെഡ് എവിടെയാ? വയലറ്റ് എവിടെയാ? രണ്ട് മാർക്ക് പറയാ. പിങ്ക് എവിടെയാ? വയലറ്റ് എവിടെയാ? പിങ്ക് എവിടെയാ? വയലറ്റ് എവിടെയാ? പിങ്ക് ആണെങ്കിൽ നെഗറ്റീവും വയലറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ആണോ? യെസ്. ഇനി ഒന്ന് പഠിക്കട്ടെ. ദ സീൽ നെൽസൺ സ്റ്റെയിനിങ് ഫോർ ദ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. മറക്കൽ ചോദിക്കും. സീൽ നെൽസൺ സ്റ്റെയിനിങ് അല്ലെങ്കിൽ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും? ഇതായിരിക്കും. ഈ പറഞ്ഞ കാര്യം വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോഴേ ചില ബാക്ടീരിയ ആസിഡ് ഡൈയിൽ എന്ത് ചെയ്യും? പിങ്ക് കളർ കിട്ടിക്കൂടെ? ഈ രണ്ട് കളറും പറഞ്ഞില്ലേ? ചില ബാക്ടീരിയ ആസിഡിക്കിലും ഈ പറഞ്ഞ പിങ്ക് കിട്ടിക്കൂടെ? ഈ രണ്ട് പറഞ്ഞില്ലേ? രണ്ട് കളറും പറഞ്ഞ കാര്യം പറ്റുമോ? ആസിഡിക് ബേസിക് പറഞ്ഞില്ലേ? ഈ ചില ബാക്ടീരിയ എപ്പോൾ എന്ത് ചെയ്യും? ആസിഡിക് ഡൈയിലും പിങ്ക് കളർ കിട്ടാറില്ലേ? അതിനെ പറഞ്ഞ പേരെന്താ? ആസിഡ് ഫാസ്റ്റ് ബാസിൽ അല്ലേ? ചില ബാക്ടീരിയല്ലേ ആസിഡിക് ഡൈ. ചോദിക്കട്ടെ, നോർമൽ ആസിഡ് കളർ എന്താ? ആസിഡിക് നോർമൽ എന്താ? ആസിഡിക് നോർമൽ കളർ എന്താ? ആസിഡിക് നോർമൽ കളർ എന്താ? നോർമൽ കളർ എന്താ? ആസിഡിക് നോർമൽ കളർ എന്താ? വയലറ്റ് ആണോ? ബ്ലൂ ആണ്. പറഞ്ഞാടേ. വയലറ്റ് ബ്ലൂ ആണ്. പറഞ്ഞു. വയലറ്റ് കളർ അല്ലേ? വയലറ്റ് ഇല്ലേ? വയലറ്റ് ഇല്ലേ? അല്ലേ? അത് ബേസിക് ആണെങ്കിലോ? ബേസിക് എന്താ? പിങ്ക് അല്ലേ? ബേസിക് പിങ്ക് അല്ലേ? ബേസിക് പിങ്കും അസിഡിക് വയലറ്റും അല്ലേ? പറഞ്ഞു. ബേസിക് പിങ്കും അസിഡിക് വയലറ്റും അല്ലേ? പക്ഷെ ചില സമയത്ത് ബാക്ടീരിയ എന്താണ്? ആസിഡ് ഡൈയിലും പിങ്ക് റെഡ് കളർ കാണിക്കും. ചില സമയം ബാക്ടീരിയ അല്ലേ ആസിഡിക്കിലും പിങ്ക് റെഡ് കളർ കാണിച്ചാൽ എന്ത് വിളിക്കാം? സീൽ നെൽസൺ സ്റ്റെയിനിങ് അല്ലെങ്കിൽ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ വിളിച്ചൂടെ? ആണോ? വിളിച്ചൂടെ? വിളിച്ചൂടെ? ഇവിടെ ഓർമ്മയ്ക്ക് രണ്ട് കാര്യം എന്താ? ഓർമ്മയ്ക്ക് രണ്ട് കാര്യം. അസിഡിക് കളർ എന്താ? ഓർമ്മയ്ക്ക് രണ്ട് കാര്യം. അസിഡിക് കളർ എന്താ? ഓർമ്മയ്ക്ക് രണ്ട് കാര്യം. അസിഡിക് കളർ എന്താ? എന്താ ഉത്തരം? വയലറ്റ്. എല്ലാം പറഞ്ഞു. വയലറ്റ് അല്ലേ? വയലറ്റ് അല്ലേ? അല്ലേ? ഈ പറഞ്ഞ എന്താ ബേസിക് എത്രയാ? ബേസിക് എന്താ? പിങ്ക് അല്ലേ? ബേസിക് പിങ്ക് അല്ലേ? അസിഡിക് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് അല്ലെങ്കിൽ സീൽ നെൽസൺ സ്റ്റെയിൻ എന്തായിരിക്കും? ഷോസ് പിങ്ക് റെഡ് കളർ. ചില ബാക്ടീരിയ ആസിഡ് ഡൈയിലും പിങ്ക് റെഡ് കളർ കാണിച്ചാൽ ആസിഡ് ഫാസ്റ്റ് ബാസിൽ അല്ലെങ്കിൽ സീൽ നെൽസൺ സ്റ്റെയിൻ പറയും. ക്ലിയർ? ക്ലിയർ? മൂന്ന് കാര്യം എല്ലാ കുട്ടികൾക്കും എല്ലാ വർഷവും തെറ്റിപ്പോറുണ്ട്. ഞാൻ ഓപ്പൺ ആയി പറയാം. മൂന്ന് കാര്യവും എല്ലാ വർഷവും എല്ലാവരും തെറ്റിപ്പോറുണ്ട്. ശരിയല്ലേ? ഈ മൂന്ന് കാര്യം എന്താണെന്ന് അറിയാം. ചില സമയത്ത് ഉത്തരം എന്താണെന്ന് അറിയാൻ മനസ്സിലാക്കാറുണ്ട് അല്ലേ? ശരിയല്ലേ? ഇത്രയും വർഷം എന്താണെന്ന് അറിയാതെ പോലും ഇത് തെറ്റിപ്പോവാറുണ്ട്. ഇത് തെറ്റില്ലല്ലോ? പഠിക്കാനുള്ള കാര്യമാണ്. കിട്ടിയോ? കിട്ടിയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി വീണ്ടും ചോദിണ്ടാവും. ആസിഡ് ഫാസ്റ്റ് ബാസിലേക്ക് ഒരു എക്സാം പറഞ്ഞേ. ആസിഡ് ഫാസ്റ്റ് ബാസിലേക്ക് എക്സാം സിമ്പിൾ എന്താ? മൈക്രോ ബാക്ടീരിയ ട്യൂബർക്കുലം അല്ലേ? ആസിഡ് ഫാസ്റ്റ് ബാസിലേക്ക് എക്സാം എഴുതാ മൈക്രോ ബാക്ടീരിയ ട്യൂബർക്കുലം അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും കമ്മ്യൂണിറ്റി പഠിക്കുന്ന കാര്യമാണ്. ആസിഡ് ഫാസ്റ്റ് ബാസിലേക്ക് ഏറ്റവും എക്സാം ടി ബി ബാക്ടീരിയ അല്ലേ? ടി ബി ബാക്ടീരിയയെ മൈക്രോ ബാക്ടീരിയ ട്യൂബർക്കുലം ഒരു ആസിഡ് ഫാസ്റ്റ് ബാസിലിയ. മറക്കരുത്, നമ്മൾ പഠിക്കുന്ന കമ്മ്യൂണിറ്റി പഠിക്കുന്ന ടി ബി ബാക്ടീരിയ എപ്പോഴും മൈക്രോ ബാക്ടീരിയ ട്യൂബർക്കുലം എന്താണ്? ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണ്. ക്ലിയർ? 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 ഇത്ര ക്ലിയർ? സ്കൂട്ട് അല്ലേ? മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായോ?
ഇനി നമുക്ക് കുറച്ച് ഓർഗാൻസ് പഠിക്കാം. നമുക്ക് കുറച്ച് ഓർഗാൻസും അതുണ്ടാക്കും അസുഖം പഠിക്കാൻ. ഇത് കമ്മ്യൂണിറ്റി മൈക്രോബയോളജി ഒരുപോലെ ചോദിക്കും. കമ്മ്യൂണിറ്റി മൈക്രോബയോളജി ഒരുപോലെ ചോദിക്കും. കുറെ ഓർഗാൻസും അതുമായി ബന്ധപ്പെട്ടുള്ള എന്താ അസുഖം പഠിക്കാൻ. എക്സ്പെഷ്യലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മൈക്രോബയോളജി കേട്ടോ. ഞാൻ മൈക്രോബയോളജി ഫുൾ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ. ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് മൈക്രോബയോളജി നോക്കാം. ഓർഗാൻസും അതുണ്ടാക്കുന്നത് നോക്കാം. സ്റ്റെഫിലോകോക്കസ് ഓറസ് അത് ഉണ്ടാക്കും. മൈക്രോബയോളജി ഫുൾ ഫോക്കസ് ചെയ്യുന്നു. സ്റ്റെഫിലോകോക്കസ് ഒരു ഗ്രാം പോസിറ്റീവ് അല്ലേ? സ്റ്റെഫിലോകോക്കസ് ഓറസ് ഗ്രാം പോസിറ്റീവ് ഉണ്ടാക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും, ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണോ? സ്റ്റെഫിലോകോക്കസ് ഓറസ് പോസിറ്റീവ് നെഗറ്റീവ്? ഫസ്റ്റ് ചോദ്യ സ്റ്റെഫിലോകോക്കസ് ഓറസ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണോ? ഗ്രാം പോസിറ്റീവ്. സ്റ്റെഫിലോകോക്കസ് ഓറസ് ഗ്രാം പോസിറ്റീവ് ഓറൻസ് അല്ലേ? 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 എക്സാമ്പിൾ ചെയ്യും കേട്ടോ. എന്തൊക്കെ ഡീസ് ഉണ്ടാക്കും? ആപ്സ് ഉണ്ടാക്കാറില്ലേ? ആപ്സസ്, ഇംപെറ്റിഗോ, ഫുഡ് പോയ്സണിങ്, ബോയിൽസ് ഉണ്ടാക്കാറില്ലേ? ആപ്സസ് ഉണ്ടാക്കും, ഇംപെറ്റിഗോ ഉണ്ടാക്കും, ഫുഡ് പോയ്സണിങ്, ബോയിൽസ് ഉണ്ടാക്കാറില്ലേ? ശരിയല്ലേ? ഇത്രയും അസുഖം ഉണ്ടാക്കാറില്ലേ? ഇത്രയും അസുഖം ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉണ്ടല്ലേ? ഇത്രയും അസുഖം ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉണ്ട്. സ്റ്റെഫിലോകോക്കസ് ഓറസ് ഇല്ലേ? ആപ്സസ്, ഇംപെറ്റിഗോ, ഫുഡ് പോയ്സൺ ഉണ്ടാക്കാറില്ലേ? ശരിയല്ലേ? ഉണ്ടാക്കാറില്ലേ? അറിയില്ലേ? ഉണ്ടാക്കാറുണ്ടോ? ഉണ്ട് അല്ലേ? ഫുഡ് പോയ്സണിങ് കേരള പ്രീവിയസ് ചോദ്യം കേട്ടോ. ഫുഡ് പോയ്സണിങ്ങും ഇംപെറ്റിയും കേരള പ്രീവിയസ് ചോദ്യം മറക്കരുത്, ചോദ്യം കേട്ടോ. ആപ്സസും ഇംപെറ്റിയും ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കാറുണ്ട്. ഇനി വേറെ ഉണ്ട്. സെക്കൻഡ് വൈസ് ദ ബീറ്റ സ്ട്രെപ്റ്റോകോക്കസ് എന്താ? ഗ്രാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ബീറ്റ സ്ട്രെപ്റ്റോകോക്കസ് ഗ്രാം പോസിറ്റീവ് ആയിട്ട് ടൈപ്സ് ആണ് ഗ്രാം പോസിറ്റീവ് ടൈപ്സ് ആണ്. ബീറ്റ സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ടാക്കാറുണ്ടോ? ചോദ്യം വരും. ഉണ്ട്. എന്താ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണോ? ബീറ്റ സ്ട്രെപ്റ്റോകോക്കസ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ട്. വീണ്ടും ചോദ്യം, ദ ബീറ്റ സ്ട്രെപ്റ്റോകോക്കസ് ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണ്? ബീറ്റ സ്ട്രെപ്റ്റോകോക്കസ് ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണ്? ഗ്രാം പോസിറ്റീവ് അല്ലേ? ബീറ്റ സ്ട്രെപ്റ്റോകോക്കസ് ഗ്രാം പോസിറ്റീവ് ആണ്. അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാവാം. റൊമാറ്റിക് ഫീവർ ഉണ്ടാക്കാം. അത് എൻഡോകാർഡൈറ്റിസ് ഉണ്ടാക്കാം. സ്കാർലറ്റ് ഫീവർ അതുണ്ടാക്കാം. സെപ്റ്റിസീമിയ ഉണ്ടാക്കാം. ആൻഡ് ഗ്ലോമർലോ ഉണ്ടാക്കാം. നെഫ്രൈറ്റ്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാക്കാം. മറക്കരുത്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം, റുമാറ്റിക് ഫീവർ ഉണ്ടാക്കാം, എൻഡോകാർഡൈറ്റിസ്, സ്കാർലറ്റ് ഫീവർ, അതുപോലെ തന്നെ സെപ്റ്റിസീമിയ, അതുപോലെ തന്നെ ഗ്ലോമറുലോ നെഫ്രൈറ്റ്സും റുമാറ്റിക് ആർത്രൈറ്റിസും ഉണ്ടാക്കാൻ പറ്റുന്നതാ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നിങ്ങൾ ഇതിൽ പഠിക്കാത്തതുകൊണ്ട് തന്നെ അറിയില്ലായിരിക്കും അല്ലേ? വർഷങ്ങളായിട്ട് പഠിക്കാത്തതുകൊണ്ട് തന്നെ അറിയില്ലായിരിക്കും. പക്ഷെ പറയണം, ഇന്ന് പഠിക്കരുത്, ഇന്ന് പഠിക്കണം. എന്താ ഈ അസുഖങ്ങൾ ഉണ്ടാക്കാറ്? പോസിറ്റീവ് നെഗറ്റീവ് ആണോ? ഇപ്പൊ പറയണം, ഇതേ ചോദിക്കത്തുള്ളൂ, വേറെ ചോദിക്കില്ല. സെപ്റ്റിസീമിയ, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്, റുമാറ്റിക് ആർത്രൈറ്റിസ്, എൻഡോകാർഡൈറ്റിസ്, സ്കാർലറ്റ് ഫീവർ, റുമാറ്റിക് ഫീവർ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഗ്രാം പോസിറ്റീവ് ഇൻഫെക്ഷൻ ആണോ നെഗറ്റീവ് ഇൻഫെക്ഷൻ ആണോ? ബീറ്റ സ്ട്രെപ്റ്റോകോക്കസ് ഗ്രാം പോസിറ്റീവ്. ക്ലിയർ? ടൈപ്സ് ആണ്, ഓർഗാൻസ് ആണ്. കിട്ടിയോ? പറഞ്ഞു കിട്ടിയോ? ആൾക്ക് കിട്ടിയോ? ഞാൻ പഠിക്കരുത്, ഒന്നും പഠിക്കരുത്. സോ അടുത്ത ഓർഗാൻസുമാണ് ന്യൂമോകോക്കസ് ന്യൂമോണിയ. അടുത്ത ഓർഗാൻസുമാണ് ന്യൂമോകോക്കസ് ന്യൂമോണിയ. ചോദിക്കട്ടെ, പോസിറ്റീവ് നെഗറ്റീവ് ആണല്ല? ഞാൻ ഈ പറയുന്നതെല്ലാം ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ബീറ്റ സ്ട്രെപ്റ്റോകോക്കസ് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. സിമ്പിൾ ഉത്തരം, ബീറ്റ സ്ട്രെപ്റ്റോകോക്കസ് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. പോസിറ്റീവ്. സ്റ്റെഫിലോകോക്കസ് ഓറസ് പോസിറ്റീവ് നെഗറ്റീവ്? പോസിറ്റീവ് അല്ലെ? സ്റ്റെഫിലോകോക്കസും ബീറ്റ സ്ട്രെപ്റ്റോകോക്കസ് പോസിറ്റീവ് ആണ്. ആ ന്യൂമോകോക്കസ് പോസിറ്റീവ് അല്ലേ? ന്യൂമോകോക്കസ് പോസിറ്റീവ് അല്ലേ? അടുത്ത് പഠിക്കാൻ പോകുന്ന അടുത്ത ഓർഗാനിസമാണ് ന്യൂമോകോക്കസ്.
പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അടുത്ത് പഠിക്കാൻ പോകുന്ന ഓർഗാനിസം ന്യൂമോകോക്കസ് ന്യൂമോണിയ. ന്യൂമോകോക്കസ് ന്യൂമോണിയ ഗ്രാം പോസിറ്റീവ് അല്ലേ? എന്തുണ്ടാക്കും അസുഖം? അത് പേര് തന്നെ ഉണ്ട്. ന്യൂമോകോക്കസ് ന്യൂമോണിയ എന്തുണ്ടാക്കും അസുഖം? ന്യൂമോണിയ അല്ലേ? ന്യൂമോണിയ അല്ലേ? ന്യൂമോണിയ മാത്രമാണോ? ന്യൂമോണിയ മാത്രമാണോ? ന്യൂമോകോക്കൽ മെനിഞ്ചസ് ഉണ്ടാക്കാറുണ്ടോ? മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കാറുണ്ടോ? ന്യൂമോകോക്കസ് ന്യൂമോണിയ മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കാറ് ചോദ്യമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. ഈ പറയുന്ന കാര്യമെല്ലാം എല്ലാ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കോ? ഞാൻ വെറുതെ പറയില്ല. ഈ പഠിപ്പിച്ച കാര്യമെല്ലാം എല്ലാ ചോദ്യങ്ങളും ഉണ്ടായി കേട്ടോ. പഠിക്കൂ. ന്യൂമോകോക്കസ് ന്യൂമോണിയ പോസിറ്റീവ് നെഗറ്റീവ് ആണ്? ന്യൂമോകോക്കസ് ന്യൂമോണിയ പോസിറ്റീവ് നെഗറ്റീവ് ആണ്? ഗ്രാം പോസിറ്റീവ് അല്ലേ? ഗ്രാം പോസിറ്റീവ് അല്ലേ? ഗ്രാം പോസിറ്റീവ് അല്ലേ? അല്ലേ? ഉത്തരം പറഞ്ഞേ. ഗ്രാം പോസിറ്റീവ് അല്ലേ? ഗ്രാം പോസിറ്റീവ് ആണ്. എന്തുണ്ടാക്കും? മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കും. ശരിയല്ലേ? ഉണ്ടാക്കാറുണ്ടോ? ആ ന്യൂമോ ഉണ്ടാക്കും അല്ലേ? ഇല്ലേ? എത്ര കിട്ടിയോ? ഇതിന്റെ നമ്പർ ഇല്ലേ? നമ്പർ നോക്കണ്ട കേട്ടോ. നമ്പർ മിസ്റ്റേക്ക് ഉണ്ട്, നോക്കണ്ട കേട്ടോ. ഇത് 1 2 3 ഇല്ലേ? 1 2 3 നോക്കണ്ട, നമ്പർ മിസ്റ്റേക്ക് കേട്ടോ. അത് മാത്രം നോക്കണ്ട. ഫോർത്ത് നൈസീരിയ എന്താ? നൈസീരിയ പോസിറ്റീവ് നെഗറ്റീവ് ആണ്? നൈസീരിയ പോസിറ്റീവ് നെഗറ്റീവ് ആണ്? നൈസീരിയ പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? ഫസ്റ്റ് പോസിറ്റീവ് ഇരിക്കുക. വീണ്ടും ചോദിക്കട്ടെ, ഫസ്റ്റ് പോസിറ്റീവ് ഇരിക്കുക. സ്റ്റഫൈലോകോക്കസ് ഓറസ് ഗ്രാം പോസിറ്റീവ്. മറക്കരുത്, സ്റ്റഫൈലോകോക്കസ് ഓറസ് പോസിറ്റീവ് ആണ്. ആബ്സെൻസ് ഉണ്ടാക്കും, ഇംപെറ്റിക് ഉണ്ടാക്കും, ഫുഡ് പോയിസൺ ഉണ്ടാക്കും, അത് ബോയിൽസ് ഉണ്ടാക്കും. ബീറ്റാ സ്ട്രെപ്റ്റോകോക്കസ് ഗ്രാം പോസിറ്റീവ് ആണ്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കും, റൊമാറ്റിക് ഫീവർ ഉണ്ടാക്കും, എൻഡോകാർഡൈറ്റിസും സ്കാർലറ്റ് ഫീവറും സെപ്റ്റിസീമിയയും അത് ഗ്ലോമറുലർ നെഫ്രൈറ്റിസും റൊമാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ടാക്കും. ന്യൂമോകോക്സ് എന്താ? ഗ്രാം പോസിറ്റീവ് ആണ്. ന്യൂമോണിയം മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കും. നൈസീരിയ എന്താ? ഗ്രാം നെഗറ്റീവ് അല്ലേ? നൈസീരിയ ഗ്രാം നെഗറ്റീവ് അല്ലേ? അല്ലേ? ഇത്രയും മനസ്സിലാവിടെ? ഇത്രയും മനസ്സിലായോ? പറഞ്ഞില്ല, ഓപ്പൺ പറഞ്ഞു. മനസ്സിലായോ? അല്ലേ? നൈസീരിയ പിടിച്ചു നോക്കിട്ട്. നൈസീരിയ പോസിറ്റീവ് നെഗറ്റീവ് ആണോ? നൈസീരിയ ഗ്രാം പോസിറ്റീവ് ഓർ നെഗറ്റീവ്? നൈസീരിയ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണ്? നൈസീരിയ ഗ്രാം പോസിറ്റീവ് ഓർ നെഗറ്റീവ് അല്ലേ? പറഞ്ഞുതരാം. നോക്കണം, ഇവിടെ ഉണ്ട് കണ്ടെങ്കിൽ പറയും. നൈസ് നോക്കി സ്ക്രീനുണ്ട്. ഗ്രാം നെഗറ്റീവ് ആണ്. പണ്ട് സ്കൂളിൽ പോയി സാറല്ലേ? പണ്ട് സ്കൂളിൽ പോയി സാറിന്റെ സാർ മെസ്സേജ് എന്താണ്? ഐ എം പ്രൗഡ് ഓഫ് യു. പണ്ട് സ്കൂളിൽ പഠിച്ച സാറല്ലേ? നിങ്ങോട്ട് വിടിയില്ലേ? എന്നിട്ട് ഐ എം പ്രൗഡ് ഓഫ് യു. എന്നെ ഓടി സാറാണ്. ഇംഗ്ലീഷ് ആയിരുന്നു. ഞാൻ ഇംഗ്ലീഷ് ഒരു വാക്ക് പോലും പറയുന്നില്ല. ഇംഗ്ലീഷ് ഒരു വാക്ക് പോലും ഞാൻ പറയുന്നില്ല. ഐ എം പ്രൗഡ് ഓഫ് യു. സാറ് മെസ്സേജ് അയക്കാം. ഇംഗ്ലീഷ് സാറാണ്. പ്രൗഡ് ഓഫ് യു. എവിടെ ഇംഗ്ലീഷ് ഒരു വാക്ക് പോലും പറയുന്നില്ല. പക്ഷെ ആ വീഡിയോസ് ഇടുന്നത് പറയും ഐ എം പ്രൗഡ് ഓഫ് യു. ഇംഗ്ലീഷ് സാറാണ്. ഇന്ന് ഒട്ടിച്ചൊരു സാറാണ്. ഓ ഓ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ നിങ്ങളെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? നിങ്ങളെ പറഞ്ഞാൽ വളരെ എന്താണ്? എന്തിനാ പഠിക്കല്ലേ? ഇനി എന്തിനാ പഠിക്കുന്നത്? ഏജ് ഓവറായില്ലേ? ഇനിയും പഠിക്കുന്നില്ല അല്ലേ? ആരുണ്ടോ? ആരെങ്കിലും വീട്ടിൽ ആരെങ്കിലും ഫാമിലിയോ ഫ്രണ്ട്സോ ഉണ്ടോ എപ്പോഴെങ്കിലും? ഇത്രയും വർഷമായിട്ട് പഠിപ്പിക്കില്ല, ഇനി പഠിക്കണം. ഇനിയും ഉണ്ടല്ലോ. അതേ ഉള്ളല്ലേ? സ്കൂളിൽ പഠിക്കുന്നതാണ്. ഞാൻ അധികം ക്ലാസ് ഒന്നും എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. സ്കൂളിലും കോളേജിലും കോളേജിൽ പോലും, എക്സ്പെഷ്യലി നഴ്സിംഗ് കോളേജിൽ പോലും അധികം ഒന്നും എന്റെ ബുദ്ധി കൂടുതൽ കൊണ്ട് എന്താണ് അറ്റൻഡ് ചെയ്യുക. ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ എന്താ മിസ്സാണ് ഞാൻ. കോളേജ് അധികം ക്ലാസ് ഒന്നും ഞാൻ ഒരു 10-12 മണി കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാറില്ല. 11 മണി കഴിഞ്ഞ പിന്നെ എന്താ വയ്യ, പനി, അസുഖമില്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ഉപകാരപ്പെടും. നൈസീരിയ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഗ്രാം നെഗറ്റീവായി നൈസീരിയ 2 ടൈപ്പ് ചോദ്യം വരുവാൻ. ഇവിടെ ചോദ്യം വരുന്ന കാര്യം പറഞ്ഞുതരാം. ഈ ഹെഡിങ് മറക്കരുത്. നൈസീരിയ ഹെഡിങ് ഇല്ലേ? മറക്കരുത്. നൈസീരിയ 2 ടൈപ്പ് ഉണ്ട്.
അവിടെ ഇപ്പോൾ എന്തറിയാം ഈ ഒരു എക്സാം കഴിയുമ്പോഴേ ഞാൻ പറയുന്നത് അറിയാം, ഈ ഒരു എക്സാം കഴിയാറെന്തറിയാമോ? എക്സാം കഴിയുന്ന ഒരു 10 ദിവസം മുമ്പേ ഇത് OET IELTS ഇല്ലേ, എക്സാം കഴിയുന്ന ഒരു 10 ദിവസം മുമ്പ് അറിയുന്നു OET IELTS ഇല്ലേ, അത് പാർട്ടിസിപ്പേറ്റ്. ഓപ്പണ പറയാം, ഈ ഒരു എക്സാം കഴിയുന്ന 5 ദിവസം അടുപ്പിച്ചില്ലേ OET IELTS ഇല്ലേ, കഴിയാറാവുന്ന 5 ദിവസം എന്ത് OET-യുടെയും IELTS-ന്റെയും ഇത് പരസ്യം വന്നുകൊണ്ടിരിക്കും. അറിയാതല്ലേ, നമ്മൾ അറിയാതെ എന്താണ് നമ്മൾക്ക് എന്ത് ചെയ്യും, ഇത് കിട്ടോ കിട്ടില്ല, ഇത് എന്താണ് അത് പോറില്ലേ, അറിയാമല്ലോ, അവർക്ക് അറിയാമല്ലോ. OET-യുടെ IELTS കാര്യം ഇനിയേ വരുന്ന കേട്ടോ. ഇത് അവസാനമാകുമ്പോഴേ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് പറയുമോ, നമ്മുടെ എന്താണ് വിളിക്കാൻ വേണ്ടി എന്താണ് വരും ശരിയല്ലേ. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ എക്സാം കഴിഞ്ഞത് പുറത്തിറവ് തന്നെ ഇപ്പൊ കൊച്ചു പിള്ളേരെ കൊടുത്തിട്ടുണ്ട് നോട്ടീസ് അറിയാമോ? സ്കൂളിൽ തന്നെ ഈ പറഞ്ഞ ചില ആൾക്കാരെ കൊടുത്ത് ഈ പറഞ്ഞിട്ട് പുറത്ത് ചെല്ലുന്നതാണ് അടുത്ത എക്സാമിന് നോട്ടീസ് ആവില്ലേ, അതറിയി നോട്ടീസ് IELTS പഠിക്കൂ. അറിയാം അനുമുണ്ടോ? ആരെയും കൈ കിട്ടിയിട്ടുണ്ടോ ഇതുവരെ? ആരെങ്കിലും കൈ കിട്ടിയിട്ടുണ്ടോ? സ്കൂളിന് പുറത്ത് എക്സാം കാലം പുറത്തിറങ്ങുമ്പോൾ തന്നെ IELTS-ന്റെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? എനിയും ഉണ്ട്, അറിയാമല്ലോ. ആ എക്സാം കാലം പുറത്തിറങ്ങുമ്പോൾ തന്നെ IELTS-ന്റെയും OET-യുടെയും നോട്ടീസ് കയ്യിലെത്തും. ആ ഒരു എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ എക്സാം കഴിഞ്ഞ് വെളിയിറങ്ങുമ്പോഴത്തേക്കും IELTS-ന് OET നോട്ട് കിട്ടും. പക്ഷെ അപ്പോൾ നോക്കില്ല, അതിന് മടക്കി വേഗത്തിടും. പിന്നെ ഒരു 2 ദിവസം എഴുതി 2 ദിവസം എഴുതി എല്ലാം കഴിഞ്ഞ ശേഷം നോക്കും, ഇനി ഒന്നുമില്ല, ഇത് മതി അല്ലേ, ഇനി ഇതേ ഉള്ള ഓപ്ഷൻ അല്ലേ, അതല്ല അങ്ങനെയല്ലേ? അത് വരാൻ പാടില്ല. സോ നൈസീരിയ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഇസ് നൈസീരിയ മെനിഞ്ചൈറ്റിസ്. ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണോ? നൈസീരിയ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഇസ് ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണോ? നൈസീരിയ മെനിഞ്ചസ് ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണോ? നൈസീരിയ മെനിഞ്ചസ് ഗ്രാം പറഞ്ഞേ, നെഗറ്റീവ് അല്ലേ? ചോദ്യം വരും, എക്സാം സ്ഥിരമായി ചോദ്യം ഇത്. നൈസീരിയ മെനിഞ്ചസ് ഗ്രാം നെഗറ്റീവ് ആണ്, മറക്കരുത്. ഈ ചോദ്യം ചോദിക്കാറുണ്ട്, കാരണം ചോദ്യം പറഞ്ഞുതരാം. നൈസീരിയ മെനിഞ്ചസ് എപ്പോഴും ഗ്രാം നെഗറ്റീവ് ആണ്. എവിടെയെങ്കിലും നൈസീരിയ ഗൊണേറിയ അത് പോസിറ്റീവ് നെഗറ്റീവ് ആണോ? നൈസീരിയ ഗൊണേറിയ പോസിറ്റീവ് പറഞ്ഞേ ഗൊണേറിയ എന്താ? സെക്ഷുവലി ട്രാൻസ്മിറ്റ് ഡിസീസ് ഗൊണേറിയ. സെക്ഷുവലി ആയിട്ടുള്ള ട്രാൻസ്മിറ്റ് ഡിസീസ് ഗൊണേറിയ. അത് പോസിറ്റീവ് നെഗറ്റീവ് ആണോ? ഗൊണേറിയ പോസിറ്റീവ് നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ആർക്ക് വന്നോട്ടെ, എല്ലാവരും ഗൊണേറിയ പോസിറ്റീവ് നെഗറ്റീവ്. നൈസീരിയ ഗൊണേറിയ പോസിറ്റീവ് നെഗറ്റീവ് ആണോ? നെഗറ്റീവ് അല്ലേ? തെറ്റിക്കരുത്. സോ നൈസീരിയ മെനിഞ്ചസ് എന്താ? നെഗറ്റീവ് അല്ലേ? നൈസീരിയ മെനിഞ്ചൈറ്റിസും നൈസീരിയ ഗൊണേറിയ നെഗറ്റീവ് അല്ലേ? പോസിറ്റീവ് മാറക്കരുത്, നെഗറ്റീവ് അല്ലേ? മെനിഞ്ചൈറ്റിസും ഗൊണേറിയ എപ്പോഴും നെഗറ്റീവ് ബാക്ടീരിയൽ ഗ്രാം നെഗറ്റീവ് അല്ലേ? സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസ് ആയാലും ഇപ്പോൾ ഗൊണേറിയ എന്താ? നെഗറ്റീവ് അല്ലേ? ക്ലിയർ. So the two tips കിട്ടിയോ? ഏതൊക്കെയാ? നൈസീരിയ ഒന്ന് മെനിഞ്ചൈറ്റിസും ഗൊണേറിയ. ക്ലിയർ. നൈസീരിയയുടെ 2 ടൈപ്സ് ഏതൊക്കെയാ? നൈസീരിയ മെനിഞ്ചൈറ്റിസും നൈസീരിയ ഗൊണേറിയ. കിട്ടിയോ? നൈസീരിയയുടെ 2 ടൈപ്സ് ഏതൊക്കെയാ? നൈസീരിയ മെനിഞ്ചൈറ്റിസും നൈസീരിയ ഗൊണേറിയ. ക്ലിയർ ആയോടെ? എപ്പോഴും വിട്ടുപോകുന്ന വാക്ക് അറിയാമോ? ഇത് ഗൊണേറിയ. ശരിയല്ലേ? എപ്പോഴും വിട്ടുപോകുന്ന വാക്ക് ഗൊണേറിയ. സത്യമല്ലേ? എപ്പോഴും വിട്ടുപോകുന്ന വാക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കാര്യം ഗൊണേറിയ വിട്ടു.
എപ്പോഴും മറക്കുന്ന കാര്യം ഗുണേറിയ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കാര്യം വിട്ടു പോകാറുണ്ട്. ഇനി മറക്കോ? പോസിറ്റീവ് നെഗറ്റീവ് ആണോ? ആണോ? പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. നെഗറ്റീവ്. ക്ലിയർ? ക്ലിയർ ആയി? ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയി? ഇത്ര ക്ലിയർ ആയി? ക്ലിയർ ആയോ? സോ നെക്സ്റ്റ് എന്താ? The Cori bacteria in the diphtheria. Next എടുക്കുക. The Cori bacteria in the diphtheria എന്താ? The Cori ചോദ്യം കേട്ടോ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the Cori bacteria in the diphtheria പോസിറ്റീവ് നെഗറ്റീവ് ആണോ? Cori bacteria in the diphtheria പോസിറ്റീവ് നെഗറ്റീവ് ആണോ? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് അല്ലേ? The Cori bacteria in the diphtheria പോസിറ്റീവ് ആണ്. ചോദിക്കട്ടെ, ഇത് നൈസീരിയ എന്താ? നൈസീരിയ പോസിറ്റീവ് നെഗറ്റീവ് ആണോ? നൈസീരിയ പോസിറ്റീവ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ്. അത് Cori bacteria in the diphtheria എന്താ? പോസിറ്റീവ് അല്ലേ? അല്ലേ? പോസിറ്റീവ് അല്ലേ? കുറെ ബാക്ടീരിയ ആണെങ്കിൽ പോസിറ്റീവ് അല്ലേ? ഡിഫ്തീരിയ ഉണ്ടാകുന്നല്ലേ? കുറെ ചോദ്യം ഡിഫ്തീരിയ ഉണ്ടാകുന്നല്ലേ? അവിടെ എക്സാമിൽ ചോദ്യമുണ്ട്. അവിടെ ഒരു എക്സാം ചോദ്യം എന്ന് പറഞ്ഞിട്ടെ, എക്സാം ചോദ്യമുണ്ട്. എക്സാമിൽ ചോദിക്കും ഡിഫ്തീരിയയുടെ ടെസ്റ്റ് ചെയ്താ, ടെസ്റ്റ് ചെയ്താ ഡിഫ്തീരിയയുടെ ടെസ്റ്റ് ചോദിക്കും. എക്സാം പ്രീവിയസ് ചോദ്യമാ. കുറെ ബാക്ടീരിയ ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ഡിഫ്തീരിയയുടെ പോസിറ്റീവ് എന്താ? ടെസ്റ്റ് എന്താ? ടെസ്റ്റ് എന്താ? ഷിക് ടെസ്റ്റ് അല്ലേ? ഷിക് ഞാൻ എന്താ ചുവപ്പിലും മഞ്ഞയിലും കലർത്തി കൊടുത്തിട്ടുണ്ട്. എക്സാമിൽ ചോദ്യം വരും. ടെസ്റ്റിന്റെ പേര് ചോദിക്കും. ഷിക് ടെസ്റ്റ് ആണ്. ഷിക് ടെസ്റ്റ് എന്തിനു യൂസ് ചെയ്യും? യൂസ് ടു അനലൈസ് എന്താ? ഡിഫ്തീരിയ അല്ലേ? ഡിഫ്തീരിയ അല്ലേ? അവിടുത്തെ ഓർഗാൻസ് ഏതാ? കുറെ ബാക്ടീരിയൻ ഡിഫ്തീരിയ ഓർഗാനിസം ഏതാ? കുറെ ബാക്ടീരിയൻ ഡിഫ്തീരിയയുടെ ഓർഗാനിസം. ടെസ്റ്റിന്റെ പേര് എന്താ? ഷിക് ടെസ്റ്റ് ആണ് അല്ലെ? ഓർഗാൻ ചോദിച്ചാൽ ഡിഫ്തീരിയയുടെ ഓർഗാൻ ചോദിച്ചാൽ കുറെ ബാക്ടീരിയൻ ഡിഫ്തീരിയ ആണ്. ടെസ്റ്റ് ചെയ്താ ഷിക് ടെസ്റ്റ്. ഇതിന്റെ നോട്ടല്ലേ? കിട്ടിക്കാണ്. ഞാൻ കമ്മ്യൂണിറ്റി എഴുതി 286 പേജ് കിട്ടിയായിരുന്നു. കമ്മ്യൂണിറ്റി എഴുതി 286 പേജ് കിട്ടിയല്ലോ. കിട്ടിയല്ലോ? കിട്ടിയില്ല അവർക്ക്? എഴുതി നോട്ട് അല്ല നോട്ടല്ല കിട്ടിയിരുന്നു. അല്ലാത്ത നോട്ട് അല്ല, എഴുതിയ നോട്ട് കിട്ടിയല്ലോ. അതിനകത്ത് ഇന്ന് പേജ് മറിച്ച് നോക്കുക. ഇതുണ്ട് കേട്ടോ. പേജ് മറിച്ച് വായിച്ചു നോക്കുക. അതിനകത്ത് ഉണ്ട് കേട്ടോ. ഈ എല്ലാ ക്ലാസ്സിലായിട്ട് നോക്കുക കേട്ടോ. നോക്കുമല്ലോ. ഷിക് ടെസ്റ്റ് അടുത്തുണ്ട്, എല്ലാ ടെസ്റ്റും ഉണ്ട്, എല്ലാ കണ്ടീഷനും ഉണ്ട്. പഠിക്കുക. കിട്ടിയോ? ഷിക് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യും? അത് പഠിച്ചിട്ടില്ല. ഷിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് അത് പഠിച്ചിട്ടില്ല. ഷിക് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു അനലൈസ് ഇതിനു വേണ്ടിയാ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ഇതിനു വേണ്ടിയാ. ദ ഡിഗ്രി ഓഫ് ഇമ്മ്യൂണിറ്റി അല്ലേ? ഇമ്മ്യൂണിറ്റി ടു ദ ഡിഫ്തീരിയ അല്ലേ? 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 ഇമ്മ്യൂണിറ്റി എന്തായിരിക്കും? ആ ടോക്സിൻ ഇല്ലേ? ആ ടോക്സിൻ എത്രത്തോളം ഇത് ഇമ്മ്യൂണിറ്റിക്കകത്ത് കയറി പോകുന്നുണ്ടേ? നമ്മുടെ ബോഡിക്കകത്തുള്ള ഇമ്മ്യൂണിറ്റിക്കകത്ത് ഡിഫ്തീരിയയുടെ ടോക്സിൻസ് എത്രമാത്രം അകത്തേക്ക് കയറി നോക്കാൻ വേണ്ടിയല്ലേ ഈ ടെസ്റ്റ്? ഷിക് ടെസ്റ്റ് യൂസ് ചെയ്തതിന് വേണ്ടി അറിയാമോ? ബോഡിയുടെ ഇമ്മ്യൂണിറ്റിക്കകത്ത് ഡിഫ്തീരിയയുടെ ടോക്സിൻസ് അല്ലേ എത്രത്തോളം അകത്തേക്ക് കയറി നോക്കാൻ വേണ്ടിയല്ലേ ഷിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? ശരിയല്ലേ? ഓർഗാനിസം എത്രത്തോളം അകത്തേക്ക് കയറിപ്പോയി എന്നറിയാം. നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കകത്ത്, നമ്മുടെ ബോഡിക്കകത്തുള്ള ഇമ്മ്യൂണിറ്റിക്കകത്ത് എത്രത്തോളം ഈ പറഞ്ഞ ടോക്സിസ് അല്ലേ ഡിഫ്തീരിയയുടെ ഓർഗാനിസത്തിന്റെ ടോക്സിസ് എത്രത്തോളം അകത്തേക്ക് കയറിപ്പോയി എന്നറിയാൻ വേണ്ടി എപ്പോഴും ഷിക് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ? 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 ക്ലിയർ ആയോ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഉത്തരവില്ല. എവിടെ പറഞ്ഞല്ല? എവിടെ പറഞ്ഞ? ഇത് നൈസീരിയക്കകത്ത് മെനിഞ്ചൈറ്റിസ് പറഞ്ഞു, ഗൊണേറിയ പറഞ്ഞു, കുറെ ഡിഫ്തീരിയ പറഞ്ഞു. അടുത്ത ഏതാ? എവിടെ പറഞ്ഞു? അതാ പറയും. എവിടെ പറയുന്നത്? ഇത് നൈസീരിയക്കകത്ത് ഗ്രാം നെഗറ്റീവിനകത്ത് മെനിഞ്ചൈറ്റിസ് പറഞ്ഞു, ഗൊണേറിയ പറഞ്ഞു, കുറെ ബാക്ടീരിയൻ ഡിഫ്തീരിയ പറഞ്ഞു. നെക്സ്റ്റ് ആരായിരിക്കും? 5 പറഞ്ഞു. നെഗറ്റീവ് അത് 5 പറഞ്ഞു. അത് ആളത്തായിരിക്കും. മൈക്രോ ബാക്ടീരിയ ഉണ്ടോ?
മൈക്രോ ബാക്ടീരിയ ഉണ്ടോ? 5 എണ്ണം പറഞ്ഞു നെഗറ്റീവിനകത്ത്. ഉണ്ടോ? മൈക്രോ ബാക്ടീരിയ ഉണ്ടോ? ഇത് ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആകാൻ പറ്റും. ഗ്രാം പോസിറ്റീവ് ആകാൻ നെഗറ്റീവും സാധ്യതയില്ലേ? മൈക്രോ ബാക്ടീരിയ എന്ന് പറയുമ്പോഴേ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആയിക്കൂടെ? ആർക്കറിയാം? മൈക്രോ ബാക്ടീരിയ എന്ന് പറയുമ്പോഴേ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ആകുമോ? മൈക്രോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആകുമോ? ഇനിയോ മൈക്രോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ടോ? ഇനിയോ അറിയാൻ മാർക്കില്ലേ? നമ്മൾ ടെസ്റ്റ് ഇല്ലേ, ആസിഡ് ഫാസ്റ്റ് ടെസ്റ്റ് ഇല്ലേ? ഞാൻ പറഞ്ഞു ഏതാണ് ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണോ? എന്ത് നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് ആസിഡ് ഫാസ്റ്റ് അല്ലേ? നെഗറ്റീവ് ഞാൻ പറഞ്ഞു തരുവാ, നെഗറ്റീവ് അല്ലേ? മൈക്രോ ബാക്ടീരിയ ട്യൂബർക്കുലർ നെഗറ്റീവ് അല്ലേ? പറഞ്ഞടേ. ആ കുറച്ച് പറഞ്ഞ തൊട്ട് മുമ്പായിട്ട് വായിൽ വെള്ളമില്ലാതെ വറ്റിച്ച് പറഞ്ഞ മൈക്രോ ബാക്ടീരിയ നെഗറ്റീവ് അല്ലേ? മൈക്രോ ബാക്ടീരിയ നെഗറ്റീവ് അല്ലേ? മൈക്രോ ബാക്ടീരിയ നെഗറ്റീവ് അല്ലേ? 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 എസ് പറഞ്ഞോ. എന്ത് നെഗറ്റീവ് അല്ലേ? മൈക്രോ ബാക്ടീരിയ നെഗറ്റീവ് അല്ലേ? ആണ്. അതേ മൈക്രോ ബാക്ടീരിയ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്. മൈക്രോ ബാക്ടീരിയ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ട്യൂബർകുലോസിസ് 2 ടൈപ്പ് ഉണ്ടോ? ട്യൂബർകുലോസിസ് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. പറഞ്ഞിട്ടെ പോസിറ്റീവ് നെഗറ്റീവ് ആണ്. മറന്നു പറഞ്ഞു. പോസിറ്റീവ് നെഗറ്റീവ്. ആ പോസിറ്റീവ് നെഗറ്റീവ് വരും. പോസിറ്റീവ് നെഗറ്റീവ് വരെ പോസിറ്റീവ് മാത്രമാണോ? ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണോ? ഞാൻ മറന്നു പറഞ്ഞു. പോസിറ്റീവ് അല്ലേ? ഇത് പോസിറ്റീവ് അല്ലേ? ഞാൻ പെട്ടെന്ന് വിട്ടു. പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണോ? കുറെ മണിക്കൂർ പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണോ? യെസ് പോസിറ്റീവ് ആണ്. ടു ടൈപ്സ് ഏതൊക്കെയാ? മൈക്രോ ബാക്ടീരിയ ട്യൂബർക്കുലേ ഉണ്ട്. ലെപ്ര ഉണ്ടോ? ലെപ്ര മൈക്രോ ബാക്ടീരിയ ട്യൂബർക്കുലയും അതുപോലെ തന്നെ ലെപ്ര എന്ന് പറയുമ്പോൾ ലെപ്രസി ആണോ? മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലേ എന്ന് പറയുമ്പോൾ ട്യൂബർക്ലോസ് ആണോ? ടു ടൈപ്സ് പറയുമ്പോഴേ മൈക്രോ ബാക്ടീരിയം ഓർഗാനിസം എപ്പോഴും ട്യൂബർക്ലോസ് ഉണ്ടാക്കൽ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലേ അല്ലേ? ഓർഗാനിസം ട്യൂബർക്കുലേ ആണെങ്കിൽ ട്യൂബർക്ലോസ് അല്ലേ? ഓർഗാനിസം ട്യൂബർക്കുലേ ആണെങ്കിൽ ചോദ്യം വരും. ഓർഗാനിസം ട്യൂബർക്കുലേ ആണെങ്കിൽ ട്യൂബർക്ലോസ് ഉണ്ടാക്കല്ലേ? മൈക്രോ ബാക്ടീരിയം 2 ടൈപ്പ് ഉണ്ട്. ഓർഗാനിസം ട്യൂബർക്കുലേ ആണെങ്കിൽ TB ഒന്നൂടെ കഴിഞ്ഞ 2 വർഷം മുമ്പ് DHS ഞാൻ പെട്ടതാ. എനിക്ക് TB കേട്ടോ. കഴിഞ്ഞ 2 വർഷം മുമ്പേ ലാസ്റ്റ് DHS ലാസ്റ്റ് ആഴ്ചയപ്പോ ട്യൂബർക്ലോസ് വന്നു. കഴിഞ്ഞ DHS അവസാന ദിവസമല്ലേ, അവസാന വീക്കായപ്പോ ട്യൂബർക്ലോസ് എവിടെ നിന്ന് വന്ന് എങ്ങനെ വന്നറിയില്ല. സത്യം പറയല്ലോ, എങ്ങനെ വന്നൊരു പിടിയില്ല. പക്ഷെ ട്യൂബർക്ലോസ് വന്നു. ആ ട്യൂബർക്ലോസ് കാരണം ഇത് ബൈലാറ്ററൽ പാരാലിസിസ് ആയി. ആ ട്യൂബർക്ലോസ് കാരണം 1 വർഷത്തോളം ബൈലാറ്ററൽ പാരാലിസിസ് ആയി. ബൈലാറ്ററൽ അറിയാമല്ലോ, ബൈലാറ്ററൽ ഓർമ്മ ഓർമ്മയില്ലേ? പറഞ്ഞിരുന്നാല് 1 വർഷക്കാലം ബൈലാറ്ററൽ പാരാലിസിസ്. TB ഒന്നും ഡെയിലി 5 ഗുളിക, 5 നല്ല കറുപ്പല്ല, നല്ല കോഫി കളറല്ലേ? കോഫി അറിയാമോ? കോഫി കളർ അറിയാമോ? കോഫിയുടെ കളർ ഗുളിയല്ലേ? കോഫിയുടെ കളറുള്ള 5 ഗുളിക ഡെയിലി കഴിക്കണം. ആദ്യം 2 ദിവസം കഴിച്ചിട്ടോ. ആദ്യം 2 ദിവസം കഴിച്ചു. അതിൽ 1 ഗുളിക എനിക്ക് അലർജി ഉണ്ട്. ഇൻഡസ്ട്രി കഴിക്കുന്നുണ്ടോ? ഇൻഡസ്ട്രി മക്കൾ കഴിക്കുന്നുണ്ടോ? ഇൻഡസ്ട്രിയുടെ കുട്ടി കഴിക്കുന്നുണ്ടോ? ഉണ്ടോ? അതിന് കഴിക്കുമ്പോ ഇപ്പൊ നോക്കട്ടോ, ഇത് അലർജി നോക്കട്ടോ. എനിക്ക് 1 ഗുളിക അലർജി ആയിരുന്നു. 2 കാലിനെ ബാധിച്ച് നേരെ ബൈലാറ്ററൽ പാരാലിസിസ്. പിന്നെ 1 വർഷം 1.5 വർഷം കിംസ് ഹോസ്പിറ്റൽ അറിയുമോ? ട്രിവാൻഡ്രം കിംസ് ഇല്ലേ? അറിയാമോ? ട്രിവാൻഡ്രം കിംസിനകത്ത് 1 വർഷം ഫുള്ളും ഫിസിയോതെറാപ്പിയും കാര്യമായിട്ട് ഫുള്ള് പോയി. പിന്നെ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ റിക്കവറായി.
പിന്നെ തിരിച്ചു വന്നു. സോ ദ ടി ബി വെരി ഡേഞ്ചറസ് ആണ്. ദ ടി വന്നാൽ വളരെ കുഴപ്പട്ടോ, മറക്കരുത്. പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞു പോസിറ്റീവ് നെഗറ്റീവ്. ദ മൈക്രോ ബാക്ടീരിയം ദ ട്യൂബർക്കുലം പോസിറ്റീവ് നെഗറ്റീവ് ഇനി പറഞ്ഞു പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. സോ ദ മൈക്രോ ബാക്ടീരിയ സെക്കൻഡ് ടൈപ്പ് എന്താ? ദ ലെപ്ര ഉണ്ടോ? മൈക്രോ ബാക്ടീരിയ ദ ലെപ്ര ഉണ്ടോ? മൈക്രോ ബാക്ടീരിയ ലെപ്ര ഉണ്ടോ? ദ ലെപ്രോസി ഉണ്ടാക്കുന്നത് മൈക്രോ ബാക്ടീരിയ ലെപ്ര ഉണ്ടല്ലേ, ലെപ്രോസി ഉണ്ടാക്കണ്ടല്ലേ? ചോദ്യം വരും, മൈക്രോ ബാക്ടീരിയ ലെപ്രസി ഉണ്ടാക്കും. അടുത്ത ബാക്ടീരിയ എന്താ? ഷിഗല്ല എന്താ? ഷിഗല്ല ദ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ചോദ്യം വരും, എക്സാം ചോദിക്കുന്ന ഷിഗല്ല എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? ചോദ്യം എക്സാം ചോദിക്കട്ടോ, ഷിഗല്ല എപ്പോഴും ഗ്രാം നെഗറ്റീവ് അല്ലേ? എക്സാം ചോദിക്കട്ടോ, ഷിഗല്ല അത് ഗ്രാം നെഗറ്റീവ് ആണ്. ഇത് എന്താ അസുഖം ഉണ്ടാക്കും? കമ്മ്യൂണിറ്റി പഠിക്കും ദ ഡിസെൻട്രി ഉണ്ടാക്കുന്നതാണോ? കമ്മ്യൂണിറ്റി പഠിക്കും ദ ഡിസെൻട്രി ഉണ്ടാക്കുന്നതാണോ? കമ്മ്യൂണിറ്റി പഠിക്കും ദ ഡിസെൻട്രി ഉണ്ടാകുക എപ്പോഴും ഇത് ഷിഗല്ല അല്ലേ? അത് ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണോ? ദ ഡിസെൻട്രി ഉണ്ടാക്കുന്നത് ഗ്രാം പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണോ? ഗ്രാം നെഗറ്റീവ് ആണല്ലേ? ഡിസെൻട്രി ഉണ്ടാക്കുന്നത് ഷിഗല്ല ഗ്രാം നെഗറ്റീവ് ആണ്. എന്താണ് ഇത് ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അറിയില്ലായിരിക്കും. ഡിസെൻട്രി മീൻസ് എന്താ ചോദിക്കട്ടെ, അറിഞ്ഞിരിക്കും. ആദ്യം ഇത് ഡയറി ഉണ്ടല്ലേ, ഫസ്റ്റ് എന്താ? ഇത് ഡയറി ഉണ്ട്. ആ ഡയറി കഴിഞ്ഞ് പതിയെ ഇത് ബ്ലഡ് വരാറില്ലേ? ഇത് ഡയറി മാത്രമല്ല, പതിയെ ഇത് ബ്ലഡ് വരാറില്ലേ? ആദ്യം ഡയറി പതിയെ ഇത് ബ്ലഡ് വരാറില്ലേ? ദ ഡയറി ദ ബ്ലഡ് ആൻഡ് ദ മ്യൂക്കോസ് അല്ലേ? ആദ്യം ഡയറി, പിന്നെ ദ ബ്ലഡും മ്യൂക്കോസും വരാറില്ലേ? ദ ഡയറി കൂടെ തന്നെ ദ ബ്ലഡും മ്യൂക്കോസും എന്താ? ഡയറി കൂടെ തന്നെ ദ ബ്ലഡും മ്യൂക്കോസും വന്നാൽ ദ ഡിസെൻട്രി അല്ലേ? ദ മ്യൂക്കസും ബ്ലഡും അടങ്ങുന്ന ദ ഡയറി പെടുന്ന പേരെന്താ? ദ മ്യൂക്കസും ദ ബ്ലഡും അടങ്ങുന്ന ദ ഡയറി പെടുന്ന പേരെന്താ? ഡിസെൻട്രി. മറക്കോ? അത് ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണോ? ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ്. ഡിസെൻട്രി ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ്. ഡിസെൻട്രി ഗ്രാം നെഗറ്റീവ്. മറക്കരുത്, ഷിഗല്ല നെഗറ്റീവ്. ക്ലിയർ? കാരണം കമ്മ്യൂണിറ്റി പടി കുറെ കാര്യമില്ലേ, മൈക്രോബയോളജി കറക്റ്റ് ഓർഡർ ആയിട്ട് ഉണ്ടായിരുന്നുണ്ട്. കമ്മ്യൂണിറ്റി പടി കുറെ കാര്യങ്ങളെല്ലാം മൈക്രോബയോളജി കറക്റ്റ് ഓർഡർ പഠിക്കേണ്ടത് പഠിക്കും. സോ നെക്സ്റ്റ് നിങ്ങളുടെ ക്ലോസ്ട്രീഡിയം. ക്ലോസ്ട്രീഡിയം എന്താ? ക്ലോസ്ട്രീഡിയം എവിടെ കട്ട വരല്ലേ? കമ്മ്യൂണിറ്റി പഠിക്കാനുണ്ട്. ക്ലോസ്ട്രീഡിയം എവിടെ? ഇത് ക്ലോസ്ട്രീഡിയം ടെറ്റനി ആണോ കമ്മ്യൂണിറ്റി പഠിക്കുന്നത്? പറഞ്ഞു, ക്ലോസ്ട്രീഡിയം ടെറ്റനി കമ്മ്യൂണിറ്റി പഠിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ മൈക്രോബയോളജി പഠിക്കുമ്പോൾ അത് ഗ്രാം പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? ക്ലോസ്ട്രീഡിയം എന്ന് പറയുമ്പോൾ ഗ്രാം പോസിറ്റീവ് ആണ്. ക്ലോസ്ട്രീഡിയം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അല്ലേ? ചോദ്യം വരും, ക്ലോസ്ട്രീഡിയം മീൻസ് എന്താ? പോസിറ്റീവ് അല്ലേ? എന്തുണ്ടാക്കും ഇത്? ക്ലോസ്ട്രീഡിയം എന്തുണ്ടാക്കും? ടെറ്റനെ അല്ലേ? അല്ലേ? അല്ലേടെ പറഞ്ഞേടെ അല്ലേ? ക്ലോസ്ട്രീഡിയം പതിന്നുണ്ടാക്കും ടെറ്റനസ് അല്ലേ? ടെറ്റനസ് അല്ലേ? അല്ലേ? ക്ലിയർ. ഇനി പഠിക്കാതെ കാര്യമുണ്ട്. ഇതേ ക്ലോസ്ട്രീഡിയം വേറെ ടൈപ്പ് ഉണ്ടാക്കുക. ഇതേ ക്ലോസ്ട്രീഡിയം വേറെ ടൈപ്പ് വേറെ ഒരു ടൈപ്പ് ഉണ്ട്. ഈ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? ഈ പേര് ഗ്യാസ് ഗാംഗ്രീൻ. എവിടെയെങ്കിലും ആദ്യം ഗ്യാസ് ഗാംഗ്രീൻസ് ഉണ്ടെങ്കിൽ ഗാംഗ്രീൻസ് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ശബ്ദം പോകുന്നു പറഞ്ഞേ, ശബ്ദം അടയ്ക്കുന്നു, വോയിസ് പോകുന്നു പറഞ്ഞേ, കേട്ടോടെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് പറയാ? ഗാംഗ്രീൻ കേട്ടിട്ടുണ്ട്, ഗാംഗ്രീൻസ് അറിയാം, ഗ്യാസ് കേട്ടില്ലല്ലോ. ഗ്യാസ് കേട്ടോടെങ്കിലും എനിവൺ പറഞ്ഞു, ഗ്യാസ് കേട്ടിട്ടുണ്ട്. അത് വരാൻ കാരണം എന്താ? കേട്ടിട്ടുണ്ട്, കാരണം എന്താ? ഇനി ചോദിക്കാതെ ഇത് വെയിറ്റ്സ് ഓർ ദ പെർഫറൻസസ് ആണോ?
അടുത്ത കോഴ്സാണ് ദ വെയിൽസ് ഓർ ദ പെർഫറൻസസ് ആണോ, ഈ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണോ? ഗ്രാം അടുത്ത ചോദ്യം എക്സാമിൽ ചോദിക്കുന്നത് ദ ക്ലോസ്ട്രീഡിയം വെയിൽസ് ഓർ ദ പെർഫറൻസസ് ആണോ? സംഭവം എന്താ? ക്ലോസ്ട്രീഡിയം വെയിൽസ് ഓർ ദ ക്ലോസ്ട്രീഡിയം പെർഫറൻസ് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും? കേൾക്കാത്ത വാക്കാണ്, അറിയില്ല. എന്താ? ഫുഡ് പോയിസണിങ് ആണോ? ഫുഡ് പോയിസണിങ് ആണോ? ഇത് ബോട്ടുലിസം കാരണം, ബോട്ടുലിസം കാരണം പെടുന്ന ഫുഡ് പോയിസണിങ് ആണോ? 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 ഫുഡ് പോയിസണിങ് ആണോ? അതായത് ഈ പറഞ്ഞ ബോട്ടുലിസം കാരണം വന്ന ഫുഡ് പോയിസണിങ് അല്ലേ? അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഇത് ഗ്യാസ് ഗാംഗ്രീൻ പറഞ്ഞാലേ, ഗ്യാസ് ഗാംഗ്രീൻസ് പറഞ്ഞാൽ മസിൽസ് അല്ലേ, മസിൽസ് എല്ലാം പതിയെ പതിയെ ഇത് ഡെത്തായി പോവുകയും എന്ത് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് കാലിലെല്ലാം സ്പ്രെഡ് ആയി എന്ത് ചെയ്യും, ഈ പറഞ്ഞ കാലിൽ വിരലെല്ലാം ഗ്യാസ് ഗാംഗ്രീൻ ഉണ്ടാവും. അതിന് കോസ് എന്താ? ഈ പറഞ്ഞ മൈക്രോ ബാക്ടീരിയ ആണോ? 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 മെഡിക്കൽ എമർജൻസി കണ്ടിട്ടാണ്. അറിയാലോ, ആർക്കും അറിയാമോ? മൈക്രോ ബാക്ടീരിയം കാരണമാണോ? മൈക്രോ ബാക്ടീരിയം കാരണമാണോ? ആണോ? മൈക്രോ ബാക്ടീരിയം കാരണമാണോ? ആലോചിച്ച് പറയുക. പഠിക്കുന്ന ടൈപ്പ് ഏതാ? ഇത് ടെറ്റിന് ഫസ്റ്റ് പറഞ്ഞു, സെക്കൻഡ് വെയിൽസ് ഏതാ? ടെറ്റിന് ഫസ്റ്റ് പറഞ്ഞു, പെർഫറൻസസ് സെക്കൻഡ് പറഞ്ഞതായിരിക്കും. ഇത് ക്ലോസ്ട്രീഡിയം പറയുന്നത്, ക്ലോസ്ട്രീഡിയം ടെറ്റനി ഫസ്റ്റ് പറഞ്ഞു, ക്ലോസ്ട്രീഡിയം ടെറ്റനി ഫസ്റ്റ് പറഞ്ഞു, ക്ലോസ്ട്രീഡിയം വെയിൽസ് സെക്കൻഡ് പറയുന്നതായിരിക്കും. മൈക്രോ ബാക്ടീരിയ. അപ്പൊ ഇത് ശരിയല്ലേ? പഠിക്കാതെ പോയി കരുത്. ക്ലോസ്ട്രീഡിയം ടെറ്റനി എപ്പോഴും അറിയാം, പക്ഷെ ക്ലോസ്ട്രീഡിയം പെർഫറൻസസ് അല്ലെങ്കിൽ വെയിൽസിന്റെ പേര് കേട്ടില്ലല്ലോ ഇതുവരെയായിട്ട്? കേട്ടില്ലല്ലോ? ക്ലിയർ ആയോ? ക്ലോസ്ട്രീഡിയം മനസ്സിലായോ? ക്ലോസ്ട്രീഡിയം മനസ്സിലായോ? ക്ലോസ്ട്രീഡിയം ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണോ? ക്ലോസ്ട്രീഡിയം ഗ്രാം പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണോ? ഗ്രാം പോസിറ്റീവ് അല്ലേ? ഗ്രാം പോസിറ്റീവ് അല്ലേ? ഉത്തരം പറഞ്ഞു, പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ടു ടൈപ്സ് ഉണ്ട്, പ്രധാനമായിട്ട് ടു ടൈപ്സ് ഉണ്ട്. ക്ലോസ്ട്രീഡിയം ടെറ്റനി ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ട്രീഡിയം പെർഫറൻസസ് അല്ലെങ്കിൽ ക്ലോസ്ട്രീഡിയം വെയിൽസിയും ഉണ്ട്. രണ്ടാമത്തെ പേര് മറക്കരുത്, ഫുഡ് പോയിസണിങ് കാരണം വരാം, കാലിലെല്ലാം ഗ്യാസ് ഗാംഗ്രീൻ വരാം. ഇനി ഇത് ടെറ്റനി ആണെന്നുണ്ടാക്കും, ടെറ്റനസ് ഉണ്ടാക്കും. ക്ലിയർ? എപ്പോഴും സ്ഥിരം വർഷം എന്താ ടെറ്റനസ് മാത്രമല്ലേ? വർഷങ്ങൾ കൊണ്ട് കേൾക്കുന്ന വാക്ക് ടെറ്റനസ് എന്ന് കൊണ്ട് മാത്രം പഠിക്കാതെ പോകരുത് കേട്ടോ. വർഷങ്ങളായിട്ട് ടെറ്റനസ് മാത്രം കേട്ട്, മൈക്രോ ബാക്ടീരിയം ടെറ്റനി മാത്രം കേട്ട് അത് മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്. ഇതും പഠിക്കൂ, പഠിക്കോ? അപ്ഡേറ്റ് ആവാൻ പറ്റുന്നല്ലേ? അപ്ഡേറ്റ് ആയിട്ടുണ്ടല്ലേ? സിലബസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ? ഇന്നോട് ചോദിച്ചിരുന്ന സാർ സിലബസിനകത്തുള്ള പേരുള്ള ആ ടോപ്പിക് മാത്രം പഠിച്ചാൽ മതി സാർ. ഞാൻ ജോയിൻ ചെയ്യാം, പക്ഷെ സിലബസിനകത്തുള്ള ആ പേരുള്ള അത് മാത്രം കിട്ടും, അത് മാത്രം മതിയോ? ഹെഡിങ് മാത്രം മതിയോ? ഹെഡിങ് മാത്രം മതിയോ? ഇല്ല, ശരിയല്ലേ? സിലബസിനകത്തുള്ളത് ഹെഡിങ് മാത്രം പഠിച്ചാൽ മതി. തെറ്റായ കാര്യമില്ലേ? എത്ര പറഞ്ഞിട്ട് മനസ്സിലായില്ല? ഹെഡിങ് മാത്രം മതി സാർ. അല്ല, ആ കുറച്ചല്ലേ ഉള്ളൂ, ഹെഡിങ് മാത്രം മതി സാർ. ഞാൻ പറഞ്ഞു പറ്റില്ല കുഞ്ഞെ, വേണ്ട പറഞ്ഞു. മതിയോ? പറ്റില്ല, ഹെഡിങ് മാത്രം പഠിച്ചാൽ പോലെ പഠിക്കും കേട്ടോ. സോ ഉത്തരം കിട്ടിയോ? എല്ലാം പഠിക്കണ്ടേ? ഹെഡിങ് മാത്രം പഠിക്കുന്ന കാര്യമുണ്ടോ? സോ നെക്സ്റ്റ് ഏതാ? സോ ദ നെക്സ്റ്റ് ഓർഗാനിസം സാൽമോ അല്ല. നെക്സ്റ്റ് ഓർഗാനിസം സാൽമോ അല്ല. ഇതെന്ത് ടൈപ്പാണ്? പോസിറ്റീവ് നെഗറ്റീവ് ആണ്? വീണ്ടും ചോദ്യം, എല്ലാത്തിനും മുമ്പ് ചോദ്യം ഉണ്ട്. എല്ലാ ഓർഗാൻസും പഠിക്കുമ്പോൾ അത് ഗ്രാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഓർമ്മ. സാൽമോൾ എന്താ? ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണോ? എല്ലാ ഓർഗാൻസും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഫസ്റ്റ് ചോദ്യമാണ്. ഈ ഓർഗാൻ സാൽമോൾ എന്നത് പോസിറ്റീവ് നെഗറ്റീവ് ആണോ? ഗ്രാം നെഗറ്റീവ് അല്ലേ? സാൽമോളിലെ ഗ്രാം നെഗറ്റീവ് ആണ്. ഇനി ഇതേ ചോദ്യം വീണ്ടും കമ്മ്യൂണിറ്റി പഠിക്കും. സാൽമോൾ എന്തുണ്ടാക്കും? സാൽമോളിലെ എന്തുണ്ടാക്കും? ടൈഫോയിഡ് അല്ലെങ്കിൽ എൻഡറിക് ഫീവർ അല്ലേ? സാൽമോണില ഗ്രാം നെഗറ്റീവ് എന്തുണ്ടാക്കും? ടൈഫോയിഡ് അല്ലെങ്കിൽ എൻഡറിക് ഫീവർ ഉണ്ടാക്കും. മറക്കരുത്, സാൽമോണില ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്, എൻഡറിക് ഫീവർ അല്ലെങ്കിൽ ടൈഫോയിഡ് ഉണ്ടാക്കും. മറക്കരുത്, അതും ഒരു ഓർഗാനിസമായി. എല്ലാ ഓർഗാനിസം മൈക്രോബയോളജിയിൽ എല്ലാ ഓർഗാനിസം പേര് പഠിക്കുക. കമ്മ്യൂണിറ്റിക്കകത്ത് എല്ലാ ഓർഗാനിസവും വ്യക്തമായി പഠിക്കുക. അത് ഒരുപാട് ഓർഗാനിസമാണ്. വിബ്രിയോ കോളറെ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണോ?
ഒൻപതാമത്തെ ഓർഗാനിസമാണ് വിബ്രിയോ കോൾഡറെ. ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ആണ്. മൈക്രോബയോളജിയാണ്. ഓർഗാനിസം പോസിറ്റീവ് നെഗറ്റീവ് പഠിക്കണം, അസുഖം പഠിക്കണം. വിബ്രിയോ കോൾഡറെ നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്? നെഗറ്റീവ്. അവിടെ ഞാൻ പറയാതെ തന്നെ കേരള PC എക്സാമിന് ചോദ്യം ആർക്ക് പറയാം? ഞാൻ പഠിപ്പിക്കുന്നില്ല. ആര് പറയാം? ആർക്ക് പറയാം? ഞാൻ പഠിപ്പിക്കില്ല, ചോദ്യം പറഞ്ഞു. ഞാൻ റെഡ് മാർക്ക് കൊടുക്കും. റൈസ് വാട്ടർ സ്റ്റൂൾ അപ്പിയറൻസ്. റൈസ് വാട്ടർ സ്റ്റൂൾ അപ്പിയറൻസ് കൊടുക്കണം. കോളറ. ഒന്നാം ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈസ് വാട്ടർ സ്റ്റൂൾ അപ്പിയറൻസ് കോളറ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ കോളറയുടെ ഷേപ്പ് എന്താ? കോളറ എന്ത് ഷേപ്പിൽ ബാക്ടീരിയ ആണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ കോളറ എന്ത് ഷേപ്പ് ബാക്ടീരിയ ആണ്? ദ തേർഡ് ക്വസ്റ്റ്യൻ കോളറ ഗ്രാം പോസിറ്റീവോ നെഗറ്റീവ് ആണോ? ചോദ്യം വരും. റൈസ് വാട്ടർ സ്റ്റൂൾ അപ്പിയറൻസ് എവിടെ കാണും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കോളറ ഗ്രാം പോസിറ്റീവോ നെഗറ്റീവ് ആണോ? ദ തേർഡ് ക്വസ്റ്റ്യൻ കോളറ ഏത് ഷേപ്പാണ്? കോമ ഷേപ്പ് ഉള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എക്സാമിന് ചോദ്യം വരും. ഷേപ്പ് ഓഫ് കോളറ കോമ ഷേപ്പ് അല്ലേ? കോമ ഷേപ്പ് ബാക്ടീരിയ ഇവര് കോളറ അല്ലേ? എന്തുണ്ടാക്കും? കോളറ ഉണ്ടാക്കും. എന്ത് അപ്പിയറൻസ്? റൈസ് വാട്ടർ സ്റ്റൂൾ അപ്പിയറൻസ് അല്ലേ? 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 കോളറയുടെ മെയിൻ ചോദ്യം ഇതൊക്കെയാണ്. കോളറയുടെ മെയിൻ ചോദ്യമൊക്കെയാണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്, കോമ ഷേപ്പ് ആണ്, എന്തുണ്ടാക്കും? റൈസ് വാട്ടർ സ്റ്റൂൾ അപ്പിയറൻസ് ഉണ്ട്. ക്ലിയർ ആയോ? കിട്ടിയോ? കിട്ടിയോ? പത്താമത്തതാണ് എർസീനിയ പെസ്റ്റിസ്. പത്താമത്തെ ഓർഗാനിസമാണ്. അതും പോസിറ്റീവ് നെഗറ്റീവ് ആണ്. എർസീനിയ പെസ്റ്റിസ് പോസിറ്റീവ് നെഗറ്റീവ്. നെഗറ്റീവ് അല്ലേ? എർസീനിയ എവിടെ വാക്കല്ലേ? പെസ്റ്റിസ് ദ പ്ലേഗ് ഉണ്ടാക്കുന്നതാണോ? ദ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള എർസീനിയ പെസ്റ്റിസ് ദ പ്ലേഗ് ഉണ്ടാക്കില്ലേ? ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള എർസീനിയ പെസ്റ്റിസ് പ്ലേഗ് ഉണ്ടാക്കില്ലേ? ഗ്രാം നെഗറ്റീവായ എസ്റ്റീരിയ പെർസിസ് പ്ലേഗ് ഉണ്ടാക്കില്ലേ? ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള എസ്റ്റീരിയ പെർസിസ് പ്ലേഗ് ഉണ്ടാക്കും. ക്ലിയർ? ക്ലിയർ? അതെ. ഇവിടെ ഞാൻ ചോദ്യങ്ങളെല്ലാം ഞാൻ ടൈറ്റ് ആയിട്ട് അറിയാം കേട്ടോ. ചോദ്യമില്ലേ എല്ലാം ഈ നോട്ടിനകത്തുണ്ട് കേട്ടോ. വേറെ ഒന്നും പഠിക്കണ്ട. മൈക്രോബയോളജി പറഞ്ഞുകൊണ്ട് വേറെ എന്താണ് ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങണ്ട. എന്താണ് ഈ നോട്ടൊക്കെ ഇല്ലേ? ഞാൻ ഓരോ പോയിന്റ് ആയിട്ട് നോട്ടില്ലേ അതിനെ പഠിക്കട്ടോ. അങ്ങനെ പഠിക്കട്ടോ കേട്ടോ. ഈ നോട്ടില്ലേ? ഈ നോട്ടില്ലേ? അതുപോലെ പഠിക്കട്ടോ. കേൾക്കുന്നുണ്ടോ? 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 നെക്സ്റ്റ് അടുത്ത ഓർഗാൻസമാണ്. 10 പറഞ്ഞ. പത്താമത്തെ എർസീനിയ പെസ്റ്റ് പറഞ്ഞു. ഗ്രാം നെഗറ്റീവ് പറഞ്ഞു. ദ പ്ലേഗ് പറഞ്ഞു. ദ പ്ലേഗ് ഉണ്ടാകുന്ന പറഞ്ഞു. പ്ലേഗ് പറഞ്ഞു. 11ാമത്തെ ഏതാണ്ട് ഹോമോഫിലിസ്. എന്താ ഹോമോഫിലിസ്? എന്താ ഹോമോഫിലിസ്? പോസിറ്റീവ് നെഗറ്റീവ് ആണ്? ഫസ്റ്റ് ചോദ്യം. എല്ലാ ഓർഗാൻസും പഠിക്കുമ്പോഴും ഹെഡിങ് കണ്ടു കാണും. പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നുണ്ട്. എല്ലാ ഓർഗാൻസിന്റെയും ഹെഡിങ്ങിൽ പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നുണ്ട്. ഹോമോഫിലിസ് പോസിറ്റീവ് നെഗറ്റീവ് ആണ്? നെഗറ്റീവ് അല്ലേ? 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 നെഗറ്റീവ് അല്ലേ? ഇവിടെ നിന്നും ഒരു ചോദ്യമുണ്ട്. ഇവിടെ നിന്ന് ഒരു ചോദ്യം ചോദിക്കാൻ. ചോദ്യം പറഞ്ഞുതരാം. ദ ടൈപ്സ് ഓഫ് ഹോമോഫിലിസ് എക്സാം ചോദിക്കട്ടോ. ഇന്ന് ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഹോമോഫിലിസിന്റെ ദ ടൈപ്സ് ഇല്ലേ എക്സാമിന് ചോദിക്കും. അറിയാമെങ്കിലും അറിയാമെങ്കിൽ അറിയാമോ? ചോദ്യം കേട്ടോണ്ടെങ്കിൽ ചോദ്യം എവിടെ കേട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എസ് എ പറയാം. ലൂക്കോറിയ. ലൂക്കോറിയ. ലൂക്കോറിയ എന്ന ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടെങ്കിൽ ലൂക്കോറിയ. ലൂക്കോറിയ എന്ന ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടെങ്കിൽ ലൂക്കോറിയ. വൈറ്റ് വജൈൻ ഡിസ്ചാർജ് കേട്ടിട്ടുണ്ടെങ്കിൽ OBGക്കകത്ത് വൈറ്റ് വജൈനൽ ഡിസ്ചാർജ് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ലൂക്കോറിയ ആദ്യം പഠിച്ചത് നമ്മുടെ OBGക്കകത്ത് പഠിച്ചല്ലോ. ലൂക്കോറിയ പഠിച്ച ഓർമ്മയുണ്ടോ? മെൻസ്ട്രേഷൻ സൈക്കിളിനകത്ത് പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ ലൂക്കോറിയ പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിനകത്ത് ലൂക്കോറിയ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടോ? എങ്കിൽ ഹോമോഫിലിസിന്റെ ടൈപ്സ് നോക്കാം. ദ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഹോമോഫിലിസിന്റെ ടൈപ്സ് നോക്കാമോ? 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 നോക്കാമോ?
നോക്കാം മോളെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പോയിട്ട് എന്റെ ഫുഡ് എടുത്ത് നോക്കട്ടെ. സമയം കറക്റ്റ് 11:50. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാം. 5 മിനിറ്റ്സ് ബ്രേക്ക് ഇട്ടെ, 5 മിനിറ്റ്സ് ഇട്ടെ, 55 ബ്രേക്ക് ഇട്ടെ, 55 ബ്രേക്ക് ഇട്ടെ. സോ ബ്രേക്ക് പോയിട്ട് വീണ്ടും കേട്ടോ.
സ്റ്റഡി അബോ സ്റ്റഡി അബോ സ്റ്റാർട്ട് ചെയ്യാമോ? ഇത് കറക്റ്റ് ചോദിക്കും കേട്ടോ. ഇത് കറക്റ്റ് ആട്ടെ. 1 എടുത്തില്ലേ? 1 ഇടയില്ലേ? 1 2 ചോദിക്കും കേട്ടോ. 1 എല്ലാം ചോദിക്കട്ടോ. ഐസി ചോദിക്കും, ഇത് ഫോണേർ ചോദിക്കും, ഡിപ്തി ചോദിക്കും, ഷിപ്പ് ടേസ്റ്റ് ചോദിക്കും, ട്യൂബർക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലെപ്പർസ് ചോദിക്കും, ഷിഗല്ല ചോദിക്കും, പോസിറ്റീവ് നെഗറ്റീവ് എപ്പോഴും ചോദിക്കാറുണ്ട്. മറക്കരുത് കേട്ടോ. കേൾക്കാറുണ്ടോ? അത് എഫ്സിയിലെ പ്രസ്റ്റേഷൻ മറക്കാൻ പാടില്ല. ഗ്രാം നെഗറ്റീവ് ആണ്. എന്തുണ്ടാക്കും? പ്ലേഗ് ഉണ്ടാക്കും. മറക്കോ? അതിന്റെ ഷേപ്പ്, കോമ ഷേപ്പ് ആർക്കാണ്? அந்த கோமா ஷேப் ஆர்க்கணும் விப்ரே கொடுறே. കോമാ ഷേപ്പ് ആർക്കാണ്? വിബ്രെ കൊടുറല്ലേ? അവിടെ റൈസ് വാട്ടർ സ്റ്റൂൾ അപ്രസ്റ്റാണ്. ഞാൻ എല്ലാവർക്കും ഇത് ഗ്രൂപ്പിനകത്ത് കിട്ടായിരുന്നല്ലോ. ഇതുപോലുള്ള ഈ പറഞ്ഞ റൈസ് വാട്ടറും ഈ പറഞ്ഞ ഓർഗാൻസും തമ്മിലുള്ള കാര്യമെല്ലാം ഗ്രൂപ്പിലിടായിരുന്നു. കുറെ ഉള്ളതായിട്ടായിരുന്നു. കിട്ടിയായിരുന്നോ? കിട്ടിയാർക്കിന് ആരും കിട്ടാണ്ടോ? റൈസ് വാട്ടർ പോലെ എല്ലാം കഴിഞ്ഞ് ഞാൻ എഴുതിയല്ല, ഇത് ടൈപ്പ് കിട്ടായിരുന്നു. കിട്ടായിരുന്നോ? കണ്ടായിരുന്നോ? ആരെങ്കിലും കണ്ടായിരുന്നോ? റൈസ് വാട്ടർ പോലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇത് ടൈപ്പ് ചെയ്തിരുന്നായിരുന്നോ? ടൈപ്പ് ചെയ്ത് വലിയ നീളത്തിൽ കിട്ടാറുണ്ടായിരിക്കും. കണ്ടായിരിക്കും റൈസ് വാട്ടർ പോലുള്ള കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് എന്തൊക്കെ അസുഖം, എന്തൊക്കെ കാര്യം വരും, എന്തൊക്കെ കാര്യം കിട്ടിയായിരിക്കും. കിട്ടിയോ? യെസ്, കിട്ടിയല്ലോ. ആർക്കും കിട്ടാറുണ്ടെങ്കിൽ അവർ മെസ്സേജ് കിട്ടും. ഞാൻ ഓരോ ക്ലാസ് പഠിപ്പിക്കുന്നതിടെ ആർക്കും എന്തെങ്കിലും മിസ്സായെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ചോദിക്കുമോ? റൈസ് വാട്ടർ പോലുള്ള എല്ലാ കാര്യങ്ങളും ആർക്കും മിസ്സായിട്ട് ചോദിക്കുമല്ലോ. എൻ്റെ അടുത്ത് രാത്രി നാളെ ചോദിച്ചാൽ മറന്നു കേട്ടോ. ചോദിക്കുമല്ലോ കേട്ടോ. ചോദിക്കും. യെസ്, ചോദിക്കും. സോ ദ ഹോമോഫിൽസ് ഉണ്ടാക്കും. ഇതുണ്ടാക്കും. വജൻ ലൂക്കോർ അല്ലേ? വജൻ ലൂക്കോർ ഉണ്ടാക്കാറുണ്ടോ? ലൂക്കോർ എന്താ? ഇപ്പൊ വജൻ ബ്ലീഡിംഗ് ആണോ? ഇത് ബ്ലീഡിംഗ് ആണോ ഓർ ദ വൈറ്റ് ഡിസ്ചാർജ് ആണോ? വജൻ ബ്ലീഡിംഗ് ആണോ ഓർ ദ വൈറ്റ് ഡിസ്ചാർജ് ആണോ? ലൂക്കോറിയ, വജനാലിസ് ലൂക്കോറി എന്ന് പറയുമ്പോൾ വജൻ ബ്ലീഡിംഗ് ആണോ വൈറ്റ് ഡിസ്ചാർജ് ആണോ? വജൈനാലിസ് ലൂക്കോറി എന്ന് പറയുമ്പോൾ വജിൽ വൈറ്റ് ഡിസ്ചാർജ് ആണോ വജിൽ ബ്ലീഡിംഗ് ആണോ? വജിൽ വൈറ്റ് ഡിസ്ചാർജ് അല്ലെ? ഇപ്പോൾ പറഞ്ഞ ഹോമോഫിലസ് വന്നു കഴിഞ്ഞാൽ ഗ്രാം നെഗറ്റീവ് ആണ്. വജിനസ് ലൂക്കോറിയ, വജിൽ നിന്ന് വൈറ്റ് ഡിസ്ചാർജസ് ഉണ്ടാകും. ഇത് കാരണം വേറെ ഉണ്ടോ? ഇത് വേറെ ഉണ്ടോ? എവിടെയെങ്കിലും ചാങ്ക്ലോഡ് ഉണ്ടോ? ചാങ്ക്ലോഡ് STD എവിടെയെങ്കിലും ഉണ്ടോ? STD പെയിൻഫുൾ ജെനിറ്റൽ അൾസർ ഉണ്ടാവാറുണ്ടോ? പെയിൻഫുൾ ജെനിറ്റൽ അൾസർ ഉണ്ടാവാറുണ്ടോ? അതിന് വാക്ക് പറയാറുണ്ട്. ഹീമോഫിൽസ് എന്താ? വാക്ക് പറഞ്ഞേ. ഇത് ഹീമോഫിൽസ് വിക്രിയാണോ? ആണോ? പെയിൻഫുൾ ജെനിറ്റൽ അൾസർ ഉണ്ടാവാറുണ്ടോ? ഇല്ലേ? ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ടല്ലേ? അത് മെനിജസ് എല്ലാം ഉണ്ടോ? മെനിജസ് ഇൻഫ്ലുവൻസ മെനിജസ് ഉണ്ടാവാറുണ്ടോ? ഇൻഫ്ലുവൻസ മെനിസ് ഉണ്ടാവാറുണ്ടോ? അതും ഒരു കോസാണ്. ഇൻഫ്ലുവൻസ മെനിസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഏത് എക്സാമിന് ബോർഡർല പെട്രൂസിസ് ഉണ്ടോ? ബോർഡർല പെട്രൂസിസ് അത് ഗ്രാം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ബോർഡർല പെട്രൂസ് ഗ്രാം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പെട്രോസിസ് നെഗറ്റീവ് ആണ്. ഗ്രാം നെഗറ്റീവ് ആണ്. പെട്രോസ് എപ്പോഴും എന്താ? ബോർഡറിലെ പെട്രോസ് ഗ്രാം നെഗറ്റീവ് ആണ്. അത് എന്തുണ്ടാക്കും? ഊഫിംഗ് കഫ് ഉണ്ടോ? ഊഫിംഗ് കഫ് അല്ലെങ്കിൽ പെട്രോസ് അല്ലെങ്കിൽ മറ്റൊരു വാക്ക് എന്താ? 100 days കഫ് ആണോ? 100 കമ്മ്യൂണിറ്റി പഠിക്കും. 100 days കഫ് അല്ലേ? സോ ദ ബോർഡറിലെ പെട്രോസ് എപ്പോഴും ഗ്രാം നെഗറ്റീവ് ആണ്. മറക്കരുത്. മൈക്രോബയോളജിക്ക് പഠിക്കേണ്ട മെയിൻ കാര്യം കമ്മ്യൂണിറ്റി അല്ല, മൈക്രോബയോളജിക്ക് അത് മെയിൻ പഠിക്കേണ്ട കാര്യം ബോർഡർല പെട്രോസ് ഗ്രാം നെഗറ്റീവ് ആണ്. മറക്കരുത്. കമ്മ്യൂണിറ്റിക്ക് അത് ഊഫിംഗ് കഫ് പഠിക്കും, പെട്രോസും പഠിക്കും. പക്ഷേ മൈക്രോബയോളജിക്കകത്ത് ബോർഡർല പെട്രോസ് ഗ്രാം പോസിറ്റീവ് ആണ് നെഗറ്റീവ് ഉത്തരം പറയുക.
മൈക്രോബയോളജിക്കകത്ത് ദ ബോർഡർ ഓഫ് പെട്രോസ് ഗ്രാം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഗ്രാം നെഗറ്റീവ് ആണ്. ഗ്രാം നെഗറ്റീവ് ആണ്. നെഗറ്റീവ് പറഞ്ഞേ, അത് ഊഫിംഗ് കഫ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അണ്ടർനൈസ് കഫ് ഉണ്ടാക്കും. കമ്മ്യൂണിറ്റിക്ക് പഠിക്കുന്ന കാര്യമാണ്. വീണ്ടും ചോദിക്കട്ടെ, ഹീമോഫിൽസ് എന്താ? ഹീമോഫിലസ് ആണെങ്കിൽ ഗ്രാം നെഗറ്റീവ് ആണ്. എർസീനിയ പെസ്റ്റ് ആണെങ്കിൽ ഗ്രാം നെഗറ്റീവ് ആണ്. വിബ്രിയോ കോഡറി ആണെങ്കിൽ ഗ്രാം നെഗറ്റീവ് ആണ്. സാൽമോണ ആണെങ്കിൽ ഗ്രാം നെഗറ്റീവ് ആണ്. ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി? ആണ്. ക്ലോസ്ട്രീഡിയം എന്താ? ക്ലോസ്ട്രീഡിയം ആണ് ഗ്രാം പോസിറ്റീവ് അല്ലേ? ക്ലോസ്ട്രീഡിയം എന്താ? ഗ്രാം പോസിറ്റീവ്. ഷിഗല്ല ആണെങ്കിൽ നെഗറ്റീവ്. ക്ലിയർ? ക്ലിയർ? ഇതെല്ലാം അതുപോലെ പഠിക്കേ, അതുപോലെ പഠിക്കും. നെക്സ്റ്റ് ഇസ് ഊഫിംഗ് കഫും പറഞ്ഞു, ബോർഡറിലെ പെട്രോൾസും പറഞ്ഞു. നെക്സ്റ്റ് എന്താ? സിഫിലിസ് കോസൽ ഓർഗൻസ് എന്താ? സിഫിലിസിന്റെ കോസൈറ്റീവ് ഓർഗൻസ് എന്താ? സിഫിലിസിന്റെ കോസൈറ്റീവ് ഓർഗൻസ് എന്താ? സിഫിലിസിന്റെ കോസൈറ്റീവ് ഓർഗൻസ് എന്താ? സിഫിലിസിന്റെ കോസൈറ്റീവ് ഓർഗൻസ്. ഇത് ട്രെപ്റ്റോമ ദ പാരഡോണോ? ദ ട്രെപ്റ്റോമ പാരഡമാണോ? ദ ട്രെപ്റ്റോമ പാരഡം. ചോദ്യം വരും. വായിക്കൊള്ളാത്ത പേരാണ്. ദ ട്രെപ്റ്റോമ പാരഡമാണോ? ആണോ? സിഫിലിസിന്റെ കോസൈറ്റീവ് ഓർഗാനിസം ദ ട്രെപ്റ്റോമ പാരഡം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അത് ചോദിക്കും. ചോദ്യം ഗ്രാം നെഗറ്റീവ് ആണ്. ദ ട്രെപ്റ്റോമ പാരഡം ഗ്രാം നെഗറ്റീവ് ആണ്. മറക്കരുത്, സിഫിലിസ് ഉണ്ടാക്കുന്ന ഇപ്പോൾ ഗ്രാം നെഗറ്റീവായ ഇത് ട്രെപ്റ്റോമ പാരഡം ഈ പറഞ്ഞ സിഫിലിസ് ഉണ്ടാക്കും. ക്ലിയർ ആയോ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണെന്ന് മാത്രം മൈക്രോബയോളജി പഠിക്കുക. ട്രെപ്റ്റോമ പാരഡം ഗ്രാം നെഗറ്റീവ് ആണ്, സിഫിലിസ് ഉണ്ടാക്കും. മറക്കരുത്, ട്രെപ്റ്റോമ പാരഡം ഗ്രാം നെഗറ്റീവ് ആണ്, സിഫിലിസ് ഉണ്ടാക്കും. ലാസ്റ്റ് വൺ ഈസ് ലാക്ടോ ബാസിലസ് അസിഡോഫിലസ് എന്താ? ലാസ്റ്റ് 14th ഒന്നാണ്. പോസിറ്റീവ് നെഗറ്റീവ് പഠിച്ച കാര്യത്തിൽ 14ാമത്തെ ആളാണ്. പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് ഓർഗാനിസം എല്ലാം പറഞ്ഞപ്പോ എല്ലാ ഓർഗാനിസം പറഞ്ഞു. അതിൽ 14ാമത്തെ ഓർഗാനിസമാണ് ദ ലാക്ടോ ബാസിലസ് ആസിഡോഫിലസ് എന്താ? ലാക്ടോ ബാസിലസ് ആസിഡോഫിലസ് പോസിറ്റീവ് നെഗറ്റീവ് ആണ്? പോസിറ്റീവ് അല്ലേ? എന്തുണ്ടാക്കും? 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 ഇത് എവിടെ കാണും? നോർമലി ഇത് വജയിലുണ്ടോ? ഇത് പല്ല് പിന്നെ, ഇത് പല്ലൊക്കെ പിന്നെ, ഇത് പല്ലൊക്കെ പിന്നെ ആദ്യം എവിടെ കാണും? ഇത് വജനുണ്ടോ? ലാക്ടോ ബാസിലസ് ആസിഡോഫിലസ് വജനയുണ്ടോ? പല്ലൊക്കെ പിന്നെ നോർമൽ ഫീമെയിൽസിനകത്ത് വജന കാണാറുണ്ടോ? നോർമൽ ഫീമെയിൽസ് അറിയേണ്ട കാര്യമാണ്. പല്ലൊക്കെ പിന്നെ ലാക്ടോ ബാസിലസ് ആസിഡോഫിലസ് വജയിലുണ്ടോ? ഉണ്ട്, കാണാറുണ്ട് അല്ലെ? നോർമൽ ഫീമെയിൽസ് എപ്പോഴും ലാക്ടോ ബാസിലസ് ആസിഡോഫിലസ് വജയിൽ ഉണ്ട്, ഗ്രാം പോസിറ്റീവ് ആണ്. പക്ഷെ അതെന്തുണ്ടോ? പതിയെ ഇത് ഡെന്റൽ ഡീക്ക് ഉണ്ടാക്കാറുണ്ടോ? ഇത് പല്ലുകളെ പതിക്കാറുണ്ടോ? അതേ ലാക്ടോ ബാസിലസ് എപ്പോഴും പല്ലുകൾ പതിക്കാറില്ലേ? നോർമൽ ഫീമെയിൽസ് എപ്പോഴും ലാക്ടോ ബാസിലസ് ആസിഡോഫിലസ് ഗ്രാം പോസിറ്റീവ് എപ്പോഴും കാണുമ്പോൾ വജയിൽ കാണും. വജയല്ലേ? വജയിൽ കാണാറുണ്ട്. പക്ഷെ പതിയെ ഇത് ഡെന്റൽ ഡീക്ക് ഉണ്ടാവും. 14 ബാക്ടീരിയയും ക്ലിയർ ആകും. 14 ബാക്ടീരിയയും ക്ലിയർ ആകും. ഇമ്പോർട്ടന്റ് ഉറപ്പായും ചോദ്യം വരും. ഇത് 14 പഠിച്ചിരിക്കണം. ഈ 14 പഠിച്ചിരിക്കണം. ഈ 14 പഠിച്ചിരിക്കണം. ക്ലിയർ? ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? 8, 9, 10, 11, 12 8, 9, 10, 11, 12 12 ആയോ? ആയോ? 8, 9, 10 ചെയ്യേണ്ട കാര്യം ഓപ്പണായി പറയാം. പകൽ സമയം ബാക്കിയുള്ള ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഓപ്പണായി പറയാം, പകൽ സമയം ബാക്കിയുള്ള ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമല്ലോ. രാത്രി കള്ളം പറയില്ല. പകൽ സമയം ബാക്കിയുള്ള ക്ലാസ് കംപ്ലീറ്റ് ആക്കി രാത്രി ലൈവ് പഠിക്കുക. അല്ലാതെ ഇത് മാത്രം പഠിച്ചിരിക്കരുത്. ഇത് മാത്രം പഠിച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പകൽ സമയവും ഉച്ചയ്ക്കും ഈ പറഞ്ഞ ഈവനിങ് ഒക്കെ ബാക്കിയുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്യും. ബാക്കിയുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്യുമോ? ചെയ്യുമോ? ചെയ്യും. രാത്രി മാത്രം ഇപ്പൊ പഠിക്കട്ടോ.
ഞാൻ പകൽ പഠിപ്പിക്കുക കാരണം അറിയാമോ? ഒരു ജോലിയുള്ള കാര്യം പഠിപ്പിക്കുക. നിങ്ങൾ ഇരിക്കല്ലേ? സോ അടുത്ത ഹെഡിങ് ഇടുക. സോ നെക്സ്റ്റ് ഹെഡിങ് ഇടുക. The protozoal, the disease. അടുത്ത ചാപ്റ്റർ ആണ്. സോ ഹെഡിങ് ഇടുക. The protozoal, the diseases. എക്സാമ്പിൾ ചോദിക്കും. അടുത്ത ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. ഹെഡിങ് ഇടുക. The protozoal, the disease. സ്റ്റാർട്ട് ചെയ്യാം. ആ 14 കഴിയും. പോസിറ്റീവ് നെഗറ്റീവ് കഴിഞ്ഞു. പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്യാം. എന്റെ ഈവനിങ് ഫുഡ് അല്ലേ, ഇപ്പൊ രാത്രി ഫുഡില്ലേ? രാത്രിയും ഫുഡ് കാത്തിരിക്കുക. ഉച്ചത്തെ ഫുഡ് കാത്തിരുന്ന് കൊണ്ട് കൊടുത്തു കളഞ്ഞു. രാത്രി ഫുഡ് കാത്തിരിക്കുകയാണ്. എന്നെ വെയിറ്റിരിക്കുക. ഉച്ചത്തെ ഫുഡ് കൊണ്ടുകൊടുത്തു കളഞ്ഞു. രാത്രി ഫുഡും കാത്തിരിക്കുക. കഴിക്കാൻ പറ്റുമോ? സ്റ്റാർട്ട് ചെയ്യാം. സോ ദ പ്രോട്ടോസോവൽ ഡിസീസ്. ദ പ്രോട്ടോസോവൽ കാരണം എന്തൊക്കെ ഡിസീസ് വരും? എക്സാമ്പിൾ ചോദ്യം വരും. ദ പ്രോട്ടോസോവൽ ഡിസീസ് ഏതൊക്കെ? ഞാൻ നോട്ടിനകത്ത് കറക്റ്റ് ആയിട്ട് റെഡ് മാർക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് പഠിക്കുക. എവിടെയെങ്കിലും അൻഡമീബിയ ഹിസ്റ്റോളിക്കെങ്കിലും അൻഡമീബിയ ഹിസ്റ്റോളിക്ക അറിയാം, പേരറിയാം. എവിടെയെങ്കിലും ആൻഡമീബിയ ഹിസ്റ്റോളിക്ക ഉണ്ടോ? ഒരു പ്രോട്ടോസോവൽ അല്ലേ? എവിടെയെങ്കിലും ആൻഡമീബിയ ഹിസ്റ്റോളിക്ക നോക്കാം. ഹെഡിങ് ഇട്ടുള്ള പ്രോട്ടോസോവൽ ഡിസീസസ്. ഫസ്റ്റ് വരുന്ന കാര്യമാണ് ആൻഡമീബിയ ഹിസ്റ്റോളിക്ക എന്തുണ്ടാക്കും? എന്ത് അസുഖം ഉണ്ടാക്കും? ആ ചോദ്യം എക്സാമ്പിൾ ചോദ്യം വരും. ആൻഡമീബിയ ഹിസ്റ്റോളിക്ക എന്ത് അസുഖം ഉണ്ടാവും? പ്രോട്ടോസോവൽ ഡിസീസ് ആയ ആൻഡമീബിയ ഈ പറഞ്ഞ ഹിസ്റ്റോളിക്ക എന്തുണ്ടാക്കും? അമീബിക് ഡിസെൻട്രി. ചോദ്യം വരും കേട്ടോ. എക്സാമ്പിൾ ചോദ്യം എപ്പോഴും ഭാഗമാണ്. സെപ്പറേറ്റ് ഹെഡിങ് ഇട്ട് പഠിക്കുക. പ്രോട്ടോസോവൽ ഡിസീസിനകത്ത് ഫസ്റ്റ് പറയാൻ പോകുന്ന കാര്യം ആൻഡമീബിക് ഹിസ്റ്റോളിക്ക എന്തുണ്ടാക്കും? അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കും. മറക്കുക കാര്യം. പ്രോട്ടോസോവൽ ഡിസീസിനകത്ത് ഫസ്റ്റ് പറഞ്ഞ കാര്യം ആൻഡമീബിക് ഹിസ്റ്റോളിക്ക എന്തുണ്ടാക്കും? അമീബിക് പറഞ്ഞു തരും. ആൻഡമീബിക് ഹിസ്റ്റോളിക്ക എന്തുണ്ടാക്കും? അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കും. ആൻഡ് ട്രൈക്കോമോണസ് വജീനസ് ഉണ്ടാക്കും. ട്രൈക്കോമോണസ് വജൈനാലിസ് എന്തുണ്ടാക്കും? അറിയാം. വെൻട്രൽ ഓർ എസ് ഡി ആണോ? സെക്ഷുവലി ട്രാൻസ്മിറ്റ് ഡിസീസ് ആണോ? ഓർഗാൻസിന്റെ പേരും അസുഖത്തിന്റെ പേരും ഒന്നാണ് ഇവിടെ. ട്രൈക്കോമോണസ് വജൈനസ് പറയുമ്പോൾ അതിന്റെ കോസേറ്റ് ഓർഗാൻസിന്റെ പേരും അസുഖത്തിന്റെ പേരും ഒന്നാണോ? ട്രൈക്കോമോണസ് വജൈനസ് അല്ലേ? ചോദ്യം വരും. കോസേറ്റ് ഓർഗാൻസിന്റെ പേരും അസുഖത്തിന്റെ പേരും ഒന്നല്ലേ? ട്രൈക്കോമോണസ് വജൈനസ് അല്ലേ? എസ് ഓർണോ? അല്ലേ? STD അസുഖല്ലേ? അതുണ്ടായി. സോ നെക്സ്റ്റ് ഇപ്പൊ എന്താ പഠിക്കുന്ന പ്രോട്ടോസോൾ ഡിസീസ്. പഠിക്കുന്ന കാര്യം പ്രോട്ടോസോൾ ഉള്ള അസുഖങ്ങളാണ്. ഫസ്റ്റ് എന്താ? ആൻഡമി ഹിസ്റ്റോളിക്ക പറഞ്ഞു, അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കുന്നത് പറഞ്ഞു, ഇത് ട്രൈക്കോമോണസ് പറഞ്ഞു, STD എന്ന് പറഞ്ഞു. തേർഡ് വൺ ഈസ് പ്ലാസ്മോഡിയം വിവക്സ്. എക്സാമിന് സ്ഥിരം ചോദ്യമാണ്. പ്ലാസ്മോഡിയം വിവക്സ് എന്നുണ്ടാക്കും. എക്സാം സ്ഥിരം ചോദ്യമാണ്. പ്ലാസ്മോഡിയം വിവക്സ് എന്നുണ്ടാക്കും. മലേറിയ. അത് പ്രോട്ടോസോവയാണ്. എക്സാം ചോദ്യം കേരള PSC സ്ഥിരം ചോദ്യമാണ്. പ്ലാസ്മോഡിയം വിവക്സ് എന്നുണ്ടാക്കും. മലേറിയ. കണ്ടോ? ചോദ്യം കണ്ടുണ്ടോ? ഉണ്ട്. വിവക്സ് കണ്ടുണ്ട്. അതുപോലെ പ്ലാസ്മോഡിയം ഫാൽസിഫറം കണ്ടുണ്ട്. പ്ലാസ്മോഡിയം ഫാൽസിഫറം കണ്ടുണ്ടോ? വിവക്സ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഓർമ്മയാണ്. പ്ലാസ്മോഡിയം ഫാൽസിഫറം ഓർമ്മയുണ്ടോ? പ്ലാസ്മോഡിയം ഫാൽസിഫറം കോഴ്സ് എന്തിനു ചോദ്യം വരും. പ്ലാസ്മോഡിയം ഫാൽസിഫറം എന്ത് അസുഖം ഉണ്ടാക്കും? ചോദ്യം വരും. എക്സാമ്പിൾ ചോദ്യം വരും. പ്ലാസ്മോഡിയം ഫാൽസിഫറം എന്ത് അസുഖം ഉണ്ടാക്കും? സെറിബ്രൽ മലേറിയ. മറക്കരുതേ. പ്ലാസ്മോഡിയം ഫാൽസിഫറം ആണെങ്കിൽ സെറിബ്രൽ മലേറിയ ഉണ്ട്. മറക്കരുതേ.
മോസ്റ്റ് ദ ഡേഞ്ചർ ഉള്ളതായിരുന്നു കേട്ടോ. ഫാൽസിപ്പാറിനകത്ത് ഏറ്റവും വളരെ കോംപ്ലിക്കേഷൻ ഉള്ള കാര്യം അറിയാമോ? ഈ പറഞ്ഞ ഫാൽസിപ്പാറമാണ് സെറിബ്രൽ എഡീമ ഉണ്ടാക്കും കേട്ടോ. ചോദ്യം വരും, പ്ലാസ്മോറിയം വിവക്സ് എന്താ? വിവക്സ് എന്താ? മോസ്റ്റ് കോമൺ ടൈപ്പ് ആണ്. മലയാളം ഉണ്ടാക്കും അല്ലേ? മലയാളം ഉണ്ടാക്കും അല്ലേ? അല്ലേ? ഫാൽസിപ്പ് എന്താണ്? സെറിബ്രൽ മലയാറി എന്താ? മോസ്റ്റ് കോമൺ കോസ് ആണ്. ഇനി വേറെ ഉണ്ടോ? പറഞ്ഞ എന്താ മലയാറിയില്ലേ? സാധാരണ ഉള്ളത് പ്ലാസ്മോഡിയം മലയാറിയില്ലേ? വലിയ പ്രശ്നങ്ങളല്ലോ, ശരിയല്ലേ? സാധാരണ ഉള്ള ഇപ്പൊ പ്ലാസ്മോഡിയം മലയാളം വലിയ പ്രശ്നമൊക്കെ. പക്ഷേ ഫാൽസിപ്പർ അല്ലേ? ഫാൽസിപ്പർ എപ്പോഴും ഇപ്പൊ സെറിബ്രൽ എടുപ്പ് ഉണ്ടാക്കി വലിയ പ്രശ്നമാണ്, മറക്കരുത്. ക്ലിയർ? ഫാൽസിപ്പർ ചോദിക്കട്ടോ. ഫാൽസിപ്പർ കാരണം ദ കോസ് ഓഫ് സെറിബ്രൽ മലയാറി ആരാ? എക്സാം ചോദ്യമാണ്. ദ കോസ് ഓഫ് സെറിബ്രൽ മലയാറി ആരാ? ദ കോസ് ഓഫ് സെറിബ്രൽ മലയാറി ആരാ? ഉത്തരം കോസ് ഓഫ് സെറിബ്രൽ മലയാറി ആരാ? പ്ലാസ്മോഡിയം. എന്ത് പ്ലാസ്മയല്ല, പ്ലാസ്മോഡിയം. ആരാ? Clear? Clear. So the fourth type is the leishmania. ഇത് ഡോണോവൻ. എന്താ ലീഷ്മാനിയ? ദ ഡോണോ എന്തുണ്ടാക്കും? ലീഷ്മാനിയ ദ ഡോണോവൻ എന്തുണ്ടാക്കും? ലീഷ്മാനിയ ദ ഡോണോ എന്തുണ്ടാക്കും? കാല ആസാർ. അത് ചോദ്യം. നാലാമത്തെ ആളുടെ പേരാണ് ദ ലീഷ്മാനിയ ദ ഡോണോ എന്തുണ്ടാക്കും? കാല ആസാർ. ക്ലിയർ? 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 എന്താ പഠിച്ചത്? എന്താ പഠിച്ചത്? പ്രോട്ടോസ് ക്ലിയർ? ഓരോ ഹെഡിങ്ങും അതും പഠിക്കുക. പ്രോട്ടോസോൾ ഡിസീസ് പഠിച്ചു. പ്രോട്ടോസോൾ ഡിസീസ് പഠിച്ചു. ഫസ്റ്റ് ആയിട്ട് അൻഡമിൻ ഹിസ്റ്റോളി പഠിച്ചു. ഈ പറഞ്ഞ വൈറസ് പഠിച്ചു. മലേറിയ പഠിച്ചു. എന്താണ് മലേറിയ? സെറിബ്രൽ മലേറിയ പഠിച്ചു. കാലാസം പഠിച്ചു. പഠിച്ചില്ലേ? എക്സാം ചോദിക്കും. ക്ലിയർ? സോ നെക്സ്റ്റ് ഹെഡിങ് മോസ്കിറ്റോ. മോസ്കിറ്റോ സർ കൊതുക് പഠിപ്പിക്കുമ്പോൾ രാത്രി കൊതുക് പഠിപ്പിക്കണം. മോസ്കിറ്റോ പഠിക്കണ്ടേ? നെക്സ്റ്റ് ഹെഡിങ് സാർ രാത്രി കൊതുക് എന്ത് കുഴപ്പം? അത് മോസ്കിറ്റോ. നെക്സ്റ്റ് മോസ്കിറ്റോ. സാർ മോസ്കിറ്റോ അല്ല, മോസ്കിറ്റോ. വാക്ക് മാറിപ്പോവാം. മോസ്കിറ്റോ. മോസ്കിറ്റോ പഠിക്കാം. മോസ്കിറ്റോ പഠിക്കാം. കുറെ ടൈപ്പ് മോസ്കിറ്റോ. ആദ്യം തന്നെ ഏതാ? കുറെ ടൈപ്പ് മോസ്കിറ്റോ. മോസ്കിറ്റോ 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 അനോഫിലിസ് എന്താ? ഇൻഡസ്ട്രി ഇപ്പൊ കൊന്നോ? ഇൻഡസ്ട്രി പറഞ്ഞ് ഇപ്പൊ തല്ലി കൊന്നേ ഉള്ളൂ. അടിച്ചു കൊല്ലേ. അല്ല എന്താണ് വല്ല വല്ല മറ്റേ പേരെന്താ? അത് ഉരുളിയോ മറ്റേ എന്തൊക്കെ എടുത്ത് എന്താണ് ഈ മറ്റേ ഒരേ കമ്പ് എടുത്ത് തന്നെ അടിച്ചു കൊല്ല്. ആ കമ്പെടുത്ത് ചേട്ടൻ തലയിൽ കൂടെ അടിക്കും കേട്ടോ. ഹസ്ബൻഡ് തലയിൽ കൂടെ ഒരു അടി കൊടുക്കും. ഹസ്ബൻഡ് തലയിൽ കൊതു വന്നിരുന്നാൽ ഒരു അടി അവിടെ കൊടുക്കും കേട്ടോ. ഹസ്ബൻഡ് തലയിൽ ഒരു കൊതു ഇരുന്ന് അവിടെയും കൂടെ അടി കൊടുക്കും കേട്ടോ. കേട്ടോ കേട്ടോ കൊടുക്കട്ടോ കൊടുക്കും. പറയും പഠിച്ച് പഠിച്ച് വട്ട എന്ന് പറയും. പഠിച്ച് പഠിച്ച് മയക്കിന് വട്ട എന്ന് പറയും. സോ ഹെഡിങ് മോസ്കിറ്റോ ചോദ്യം വരും. ആ ചാപ്റ്റർ ആണ് ഹെഡിങ് മോസ്കിറ്റോ. ചോദ്യം വരും. ഒരു ചോദ്യം ഉറക്കമായോ? നല്ല കാര്യം. അനോഫിലസ് ഹെഡിങ് അനോഫിലസ് എന്താ? ചോദ്യം വരും. ഹെഡിങ് മോസ്കിറ്റോ. ഞാൻ ഓരോ ചാപ്റ്റർ പഠിപ്പിച്ചു. മോസ്കിറ്റോ അനോഫിലസ് എന്തുണ്ടാക്കും? എന്തൊക്കെ അസുഖം ഉണ്ടാക്കും? ചോദ്യം വരും. അനോഫിലസ് മോസ്കിറ്റോ എന്തൊക്കെ അസുഖം ഉണ്ടാക്കും? മലേറിയ ആൻഡ് ഫൈലേറിയ. അനോഫിലസ് മോസ്കിറ്റോ എക്സാം ചോദ്യമാണ്. അനോഫിലസ് മോസ്കിറ്റോ ഞാൻ ചുമ്മാ പറയില്ല. അനോഫിലസ് മോസ്കിറ്റോ എന്തുണ്ടാക്കും? മലേറിയയും ഫൈലേറിയ ഉണ്ടാക്കാറുണ്ടോ? അനോഫിലസ് മോസ്കിറ്റോ മലേറിയയും ഫൈലേറിയ ഉണ്ടാക്കും. ഇപ്പൊ ഇന്ത്യക്കത്തില്ല. ഇപ്പോൾ ഇന്ത്യയില്ല. പക്ഷെ ഇവ എന്ത് ചെയ്യും? എക്സാമിൽ ഷൂറാ ചോദിക്കും. എക്സാമിൽ ഷൂറാ ചോദിക്കും. അനോഫിലസ് മോസ്കിറ്റോ എന്നുണ്ടാക്കും. കൃത്യം പറയാണ്. ഞാൻ ഓരോ ചാപ്റ്ററും നോട്ട് അതുപോലെ പഠിക്കുക. അനോഫിലസ് മോസ്കിറ്റോ ഉണ്ടാക്കും. എന്തുണ്ടാക്കും? മലേറിയയും ഫൈലേറിയയില്ലേ? അല്ലേ? അല്ലേ? പറഞ്ഞില്ലേ? അല്ലേ? അല്ലേടെ? അല്ലേ? ആണ്. സോ ദ നെക്സ്റ്റ് ഈസ്
ഇത് ക്യൂലെക്സ് എന്നോ ക്ലക്സസ് എന്താ പറയുക നിങ്ങളുടെ എന്താണ് ഇത് പറയാൻ പറ്റുന്ന രീതിയിൽ എന്താണ് ഇത് ക്യൂലെക്സ് എന്നോ ക്ലക്സസ് എന്നോ എന്താണ് പറയുക. പക്ഷെ അറിയേണ്ട കാര്യം എന്തുണ്ടാക്കുന്നത് ദ നെക്സ്റ്റ് ടൈപ്പ് മൊസ്കിറ്റോ ആണ് ദ ക്യൂലെക്സ് എന്നോ ദ ക്ലക്സസ് എന്തോ പറയുക. എന്തുണ്ടാക്കുന്നത് ദ വെസ്റ്റ് നൈൽ ഫീവർ ഉണ്ടാക്കാറുണ്ടോ? വെസ്റ്റ് നൈൽ ഫീവർ ഉണ്ടാക്കാറുണ്ട്. ജാപ്പനീസ് എൻസഫൽസ് ഉണ്ടാക്കാറുണ്ട്. വൈറൽ ആർത്രൈറ്റിസും ആൻഡ് ബാങ്ക്രോഫ്റ്റിൻ ഫൈലർ ഉണ്ടാക്കും. മറക്കരുത്, ചോദിക്കും ദ ക്ലക്സസ് അല്ലെങ്കിൽ ദ ക്യൂലെക്സ് അല്ലെങ്കിൽ മറക്കരുത്. വെസ്റ്റ് നൈൽ ഫീവർ ഉണ്ടാക്കാറുണ്ട്. ജാപ്പനീസ് എൻസഫലൈറ്റിസും വൈറൽ ആർത്രൈറ്റിസും ആൻഡ് ബാങ്ക്രോഫ്റ്റിൻ മലേറിയയും ഉണ്ടാക്കുന്നത്. എല്ലാം നമ്മൾ കമ്മ്യൂണിറ്റി പഠിക്കും. പേര് മനസ്സിലാവും. ആ പേര് മാത്രം ഓർമ്മിക്കുക. മൈക്രോബയോളജിക്ക് ഞാൻ ആദ്യം പഠിപ്പിക്കും. കാരണം ഈ പേര് ഫെമിലിയർ ആവണം. ആദ്യം കമ്മ്യൂണിറ്റി പഠിപ്പിച്ച് ശരിയാവില്ല. ഫസ്റ്റ് ഈ പേര് ഫെമിലിയർ ആവണം. കിട്ടിയോ? വെസ്റ്റ് നൈൽ ഫീവർ മറക്കരുത്. വെസ്റ്റ് നൈൽ ഫീവർ ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഓർഗൻസ് ആരാ? വെസ്റ്റ് നൈൽ ഫീവർ ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഓർഗൻസ് ആരാ? ജാപ്പനീസ് എൻസഫലൈറ്റിസ് ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഓർഗൻസ് ആരാ? ക്ലക്സസ്. മൊസ്കിറ്റോ അല്ലേ? മൊസ്കിറ്റോ അല്ലേ? ആണ്. അടുത്ത സ്ഥിരം വാക്കാണ് ഈഡിസ് ഈജിപ്തി. അത് സ്ഥിരം കേൾക്കുന്ന വാക്കാണ് ഈഡിസ് ഈജിപ്തി. ഉണ്ടാക്കുന്നത് ഡെങ്കു ഫീവർ അല്ലേ? പോസിറ്റീവ് ഓർഗൻസ് ഓഫ് ദ ഡെങ്കു ഫീവർ ആരാ? പോസിറ്റീവ് ഓർഗൻസ് ഓഫ് ദ ഡെങ്കു ഫീവർ ആരാ? ഈഡിസ് ഈജിപ്തി അല്ലേ? അല്ലേ? അതുപോലെ വിളിച്ചു ചോദിക്കും ചിക്കൻ ഗുനിയ ആരാ? ചിക്കൻ ഗുനിയ ആരാ? ചിക്കൻ ഗുനിയ ആരാ? ഈഡിസ് ഈജിപ്തിയിലെ ചിക്കൻ ഗുനിയായാലും ദ ഡെങ്കു ഫീവർ ആയാലും ദ ഡെങ്കുവിന്റെ ഹെമറേജിക് ഫീവർ ആയാലും യെല്ലോ ഫീവർ ആയാലും ഫൈലേറിയ ആരാ? ഫൈലേറിയ ആയാലും യെല്ലോ ഫീവർ ആയാലും ദ ചിക്കൻ ഗുനിയ ആയാലും ദ ഡെങ്കു ആയാലും ദ ഡെങ്കു ഹെമറേജിക് ഫീവർ ആയാലും പോസിറ്റീവ് ഓർഗൻസ് ആരാ? ഒരു ചോദ്യം എക്സാമിന് ചോദിക്കും. ആരാ? ഈഡിസ് ഈജിപ്തി. മറക്കരുത്. ദ ഡെങ്കു ഫീവർ ഉണ്ടാക്കും. അതുപോലെ തന്നെ ദ ഡെങ്കു ഹെമറേജിക് ഫീവർ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചിക്കൻ ഗുനിയയും യെല്ലോ ഫീവറും ഫൈലേറിയയും ഉണ്ടാക്കും. ഫൈലേറിയയും യെല്ലോ ഫീവറും പ്രീവിയസ് ക്വസ്റ്റ്യൻ മറക്കോ? മറക്കോടെ? സോ നെക്സ്റ്റ് ടൈപ്പ് ആണ് ഏഡീസും കഴിഞ്ഞാൽ ഏഡീസ് ഇത് മൺസോയിഡ്നെസ് എന്താ? ഏഡീസ് ദ മൺസോയിഡ്നെസ് എന്താ? ഏഡീസ് മൺസോയിഡ്നെസ് എന്താ? കേൾക്കാത്ത പേരാണ്. ഇത് മോസ്കിറ്റയാണ്. ഏഡീസ് ദ മൺസോയിഡ്നെസ് എന്താ? എന്തുണ്ടാക്കാം? കേൾക്കാത്ത വാക്കാണ്. പുതിയ കാര്യമാണ്. പഠിക്കുക. ഇത് മോസ്കിറ്റോ. എന്തുണ്ടാക്കും? ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനിയ മറക്കരുത്. ഇത് പഠിക്കാത്ത കാര്യം മറക്കരുത്. നോക്കട്ടെ. ചിക്കൻ ഗുനിയ ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഓർഗാൻസും ഈ പറഞ്ഞ ഏഡിസ് ഈജിപ്തി തരുന്നു. അതുപോലെ ഏഡിസ് മൺസോയിഡ്നെസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എഴുതരുത്. ചിക്കൻ ഗുനിയ പോസിറ്റീവ് ഓർഗാൻസും ഏഡിസ് ഈജിപ്തി തരുന്നു. ഏഡിസ് മൺസോയിഡ്നെസ് ഒന്നും തരുന്നു. എന്തെഴുതും? എന്തെഴുതും? ഏതെഴുതും? എന്തെഴുതും? അല്ല അല്ല, തെറ്റി. ഈജിപ്തി അല്ല. ഏഡിസ് ഈജിപ്തി അല്ല. ഏഡിസ് ഈജിപ്തി അല്ല. എന്താ? ഏഡിസ് എന്താ പറഞ്ഞേ? പ്രൈമറി കോസ് ഓഫ് ചിക്കൻ എന്താ? പ്രൈമറി കോസ് ഓഫ് ചിക്കൻ എന്താ? ഏഡിസ് പറഞ്ഞേ 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 വാമോട്ട് പറഞ്ഞേ. ഏത് മസ്കിറ്റയാ? ഏത് മസ്കിറ്റയാ? ഏഡിസ് മൺസോയിഡ്നെസ് ആണോ? ആ മറക്കരുത്. കോസൈഡ് ഓർഗൻസിന്റെ പ്രൈമറി കോസ് എപ്പോഴും ഇതല്ലാതായിട്ട് മറക്കരുത്. പഠിക്കും കേട്ടോ. പഠിക്കില്ലേ? മറക്കരുത്. ക്ലിയർ. സോ ദ നെക്സ്റ്റ് ഈസ് ദ സാൻഡ് ഫ്ലൈ. നെക്സ്റ്റ് ഓർഗാനിസമാണ് സാൻഡ് ഫ്ലൈ. എന്താ പഠിക്കുക? വീണ്ടും ചോദ്യം. എന്താ പഠിക്കുക? മോസ്കിറ്റോ അല്ലേ? മോസ്കിറ്റോ അല്ലേ? നെക്സ്റ്റ് സാൻഡ് ഫ്ലൈ എന്താ? സാൻഡ് ഫ്ലൈ എന്ത് സൗണ്ട് ഉണ്ടാക്കും? മോസ്കിറ്റോ പഠിക്കല്ലേ? സാൻഡ് ഫ്ലൈ എന്ത് സൗണ്ട് ഉണ്ടാക്കും? കാലാസാറാണ്. ഇത് കാലാസാറാണ്. ആണോ? കാലാസാറാണോ? പറഞ്ഞേ. സാൻഡ് ഫ്ലൈ പഠിക്കുന്ന കാര്യം മോസ്കിറ്റോ ആണ്. സാൻഡ് ഫ്ലൈ മോസ്കിറ്റോ ആണ്. പഠിക്കുന്ന കാര്യം മോസ്കിറ്റോ. സാൻഡ് ഫ്ലൈ മോസ്കിറ്റോ എന്തുണ്ടാക്കും? ചോദ്യം വരൂടെ? പഠിക്കുന്ന കാര്യം മോസ്കിറ്റോ. സാൻഡ് ഫ്ലൈ എന്തുണ്ടാക്കും? കാലാസർ ഉണ്ടാക്കല്ലേ? കാലാസർ ഉണ്ടാക്കും. സാൻഡ് ഫ്ലൈ ഫീവർ ഉണ്ടാക്കാറുണ്ടോ? സാൻഡ് ഫ്ലൈ ഫീവർ നമ്മൾ വേറൊരു വാക്ക് പറയാറുണ്ട്. ഇത് 3 days ഫീവർ കേട്ടോ.
സാൻഡ് ഫ്ലൈ ഫീവറിന് നമ്മൾ 3 days ഫീവർ എന്ന് പറയാറുണ്ട്. സാൻഡ് ഫ്ലൈ എന്തൊക്കെ ഉണ്ടാക്കും? കാല ആസാൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ സാൻഡ് ഫ്ലൈ ഫീവറും ഉണ്ടാക്കും. മറ്റൊരു പേര് വർദ്ധിക്കുക, സാൻഡ് ഫ്ലൈ ഫീവറിന്റെ മറ്റൊരു എന്താ? 3 days ഫീവർ എന്നുകൂടെ പറയും. സോ ദ സാൻഡ് ഫ്ലൈ എന്തൊക്കെ ഉണ്ടാക്കും? മൊസ്കിറ്റോ ആണ്. സാൻഡ് ഫ്ലൈ എന്തൊക്കെ ഉണ്ടാക്കും? കാല ആസാൽ, അതുപോലെ തന്നെ സാൻഡ് ഫ്ലൈ ഫീവർ ഉണ്ടാക്കും. ഈ പറഞ്ഞ സാൻഡ് ഫ്ലൈ ഫീവറിന്റെ അതർ നെയിം എന്താ? 3 days ഫീവർ എന്ന് പറയാം. ക്ലിയർ? ക്ലിയർ? ഇനി അടുത്ത കാര്യം, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണപ്പെടുന്ന ഹൗസ് ഫ്ലൈയിലെ ഈച്ച. ഈച്ച അറിയാമോ? ഈച്ച. അടുത്ത പറയാവുന്ന കാര്യം, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണപ്പെടുന്ന ഹൗസ് ഫ്ലൈയിലെ ഈച്ച. ഈച്ച എന്തുണ്ടാക്കട്ടെ? എല്ലാവരുടെയും വീട്ടിൽ കാണപ്പെടുന്ന ഹൗസ് ഫ്ലൈ അല്ല ഈച്ച എന്നുണ്ടാക്കും. ഈച്ച ടൈഫോയിഡും പാരാ ടൈപ്പ് ഉണ്ടാക്കാറുണ്ടോ? ആദ്യം ടൈഫോയിഡും പാരാ ടൈഫോയിഡും, അതുപോലെ തന്നെ ഡയേറിയ, ഡിസെൻട്രി, കോളറ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, അമീബിയാസിസും പോളിയോ മൈലിറ്റിസും അതുപോലെ തന്നെ എന്തുണ്ടാക്കും? ട്രക്കോമ ഉണ്ടാക്കും. കേട്ടോ, മറക്കരുത്. ടൈഫോയിഡും പാരാ ടൈഫോയിഡും ഡയറിയയും ഡിസെൻട്രിയും കോളറയും ഗ്യാസ്ട്രോ എൻട്രൈറ്റിസും അമീബിയാസിസും പോളിയോ മൈലിറ്റിസും അതുപോലെ തന്നെ കൺജക്ടിവൈറ്റിസും ട്രക്കോമയും ഹൗസ് ഫ്ലൈ വീട്ടിൽ കാണപ്പെടുന്ന ഈച്ചയില്ലേ? അവൻ വലിയ പ്രശ്നക്കാരല്ല. എപ്പോഴും അല്ല, പ്രശ്നക്കാരല്ലേ ഈച്ച? ടൈഫോയിഡ് ഉണ്ടാക്കും, പാരാടൈഫോയിഡ് ഉണ്ടാക്കും, ഡയറിയ, ഡിസെൻട്രി ആയി, കോളറ ആയി, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആയി, അമീബിയസ് ആയി, പോളിയോമൈലിറ്റിസ് ആയി, കൺജക്ടിവൈറ്റിസ് ആയി, ട്രക്കോമയായി, ഇത്ര ഉണ്ടാക്കും. ക്ലിയർ? 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 ഇനി അടുത്തല്ല, പഠിക്കുന്നതാ മോസ്കിറ്റോ. അതിനകത്ത് ഇത് ലവ്സ് ഉണ്ടോ? ലവ്സ് ഒന്നും ലൈസ് എന്താ പറയുക? ഇത് പേനാണോ? അവിടെ ഇത് പേനാണോ? പേനാണ്. പേൻ. ലൈറ്റ്സ് എന്തോ ലവ്സ് എന്തോ പറയുക. ഇത് പേനാണോ? പേൻ ആണോ? എന്തുണ്ടാക്കും അത്? എന്ത് വേണേ പറഞ്ഞു. എന്തുണ്ടാക്കും? ഫീവർ ഉണ്ടാവണം. ഫീവർ அந்த പെഡിക്കുലസ് ഉണ്ടാക്കാറുണ്ട്. പെഡിക്കുലസ് ഉണ്ടാക്കാറുണ്ടോ? എക്സാ ചോദ്യം അത്. പെഡിക്കുലസ് കോസൽ വസ്തുത, പെഡിക്കുലസ് കോസൽ ചോദിക്കുക. അതുപോലെ തന്നെ മറക്ക് ചോദ്യം ഇട്ടായിരുന്നു. ട്രെഞ്ച് ഫീവർ ഉണ്ടാക്കാറുണ്ടോ? ട്രെഞ്ച് ഫീവർ ഉണ്ടാക്കാറുണ്ട്. റിലാപ്സിംഗ് ഫീവർ ഉണ്ടാക്കാറുണ്ട്. എൻഡറിക് ടൈഫസും പെഡിക്കുലോസും ഉണ്ടാക്കാറുണ്ട്. ഇനി എവിടെയെങ്കിലും റാറ്റ് കമ്മ്യൂണിറ്റിക്കകത്ത് എവിടെയെങ്കിലും ഇത് ബോർബോണിക് പ്ലേഗ് കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിറ്റി പഠിച്ച് എപ്പോഴെങ്കിലും ബോർബോണിക് പ്ലേഗ് എന്നോ എൻഡമിക് ടൈപ്സ് ഉണ്ടെങ്കിലും, കമ്മ്യൂണിറ്റി പഠിച്ചപ്പോൾ എവിടെയെങ്കിലും ബോർബോണിക് പ്ലേഗ് എന്നോ എൻഡമിക് ടൈപ്സ് കേട്ടിട്ടുണ്ടോ? അത് ഉണ്ടാക്കുന്ന കോസേറ്റീവ് ഓർഗൻസാര ഒരു മൊസ്കിറ്റോ. അതാ റാറ്റ് ഫ്ലൈ. മറക്കരുത് കേട്ടോ. ബോർബോണിക് പ്ലേഗും എൻഡമിക് ടൈഫസ് ഉണ്ടാക്കുന്ന കോസേറ്റീവ് ഓർഗൻസ് മൊസ്കിറ്റോ ഏതാ? റാറ്റ് ഫ്ലീ ആണ്. മറക്കരുത്. ബോർബോണിക് പ്ലേഗും എൻഡമിക് ടൈപ്സ് ഉണ്ടാകുന്ന റാറ്റ് ഫ്ലീ ആണ്. ഇനി എവിടെയെങ്കിലും ഇസ്മൈറ്റ് കേട്ടോ? മൊസ്കിറ്റോ ആണത്. സ്കാബിസ് ഉണ്ടാക്കും. സ്കാബിറ്റില്ലേ? സ്കാബിസ്. ക്ലിയർ? എല്ലാം പേര് തന്നെ ഉണ്ടോ? ക്ലിയർ? മൊസ്കിറ്റോ ക്ലിയർ ആയോ? ക്ലിയർ? ഒരു ടൈപ്പ് മൊസ്കിറ്റോ ഉണ്ട്. ഒരു ടൈപ്പ് പേനുണ്ട്. എന്താ? എവിടെയെങ്കിലും ഒരു ടൈപ്പ് പേരുണ്ട്. ഹാർട്ട് ടിക്കറ്റ് ഉണ്ടോ? ഒരു ടൈപ്പ് പേരുണ്ട്. അത് നിങ്ങൾ കാണാറില്ല. ഇത് ഡോഗില്ലേ? ഹാർട്ടിക് ഉണ്ട്. ഹാർട്ടിക് സാധാരണ നിങ്ങൾ കാണാറില്ല. ഡോഗില്ലേ? ഡോഗിന്റെ വാക്ക് പറഞ്ഞു. ചെള്ളാണോ അവിടെ? ചെള്ളാണോ? അല്ല, ചെള്ളല്ല. ഇപ്പൊ ഡോഗിന് ഈറില്ലേ? മിക്കോ എല്ലാ പട്ടികളും ഈറില്ലേ? ഡോഗിന് ഈറ് കാണാൻ ഒന്നാണ്. ഇത് പേൻ തന്നെയാണ്. പക്ഷെ എന്താണ് ചെല്ലെന്ന് പറയാൻ പറ്റില്ല. ഹാർട്ടിക് ഉണ്ടോ? ക്ലിയർ? ഇത്ര പറഞ്ഞ ക്ലിയർ?
ക്ലിയർ ആയ ഇത്രയും. ഫ്ലൈസ് ഇത്രയും പഠിച്ചു കേട്ടോ. മൊസ്കിറ്റോ ഇത്രയും മാത്രം പഠിച്ചാൽ വേറെ ഒന്നും പഠിക്കണ്ട. മൊസ്കിറ്റോ ഇത്രയും പഠിച്ചു ചോദിക്കാൻ കേട്ടോ, വേറെ ചോദിക്കില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് അടുത്ത ദിവസം പഠിക്കും. അടുത്ത ദിവസം കമ്മ്യൂണിറ്റി പഠിക്കും. സോ നെക്സ്റ്റ് അടിക്കിടുക, നെക്സ്റ്റ് അടിക്കിടുക. നീ വേണോ? വേണ്ട, മതി. എത്ര മതിയല്ലോ, ഇത്ര മതിയല്ലോ. ടുമോറോ സമയം, ടുമോറോ ഈവനിങ് തുടങ്ങണോ? ഈവനിങ് 6 മണിക്ക് വേണോ, അത് 10 മണിക്ക് വേണോ? 12 മണിക്ക് പോകണം. സമയം പറയാം. ഈവനിങ് പോകണം ടുമോറോ. ദ ടൈം നിങ്ങൾ പറയുക. 9, 8, 7, 6 എപ്പോ വേണം? 6 മണി തുടങ്ങിയ നല്ലത്. 8 മണി മതിയോ? 8 ഓക്കെ ആണ് എല്ലാവർക്കും? 8 ഓക്കെ എല്ലാവർക്കും? 8 ഓക്കെ ഉള്ളത്? 8 ഓക്കെയാണ്. 8 കൽപ്പം 8 ഓക്കെയാണ്. 8 ഓക്കെയാണ്. യെസ്, 8 ഓക്കെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടായാലും ഈ പറഞ്ഞ ഗൾഫ് കൺട്രീസ് ആയാലും ഇന്ത്യ ആയാലും എവിടെ 8 ഓക്കെ അല്ലേ? ഇന്ത്യയിലായാലും കേരളത്തിന്റെ മൂലയിലായാലും നടുക്കായാലും സൈഡിലായാലും അങ്ങേറ്റ മുകളിലാണെങ്കിലും അങ്ങ് ഗൾഫിന്റെ മുകളിലായാലും ഓക്കെ അല്ലേ? യെസ്, എല്ലാവരുടെ ആയാലും ജോലിയല്ലേ? എല്ലാവരുടെയും ആ സ്വപ്നം ജോലിയല്ലേ? ഈ പാർപ്പതെല്ലാം ഉണ്ട്, ആൾക്കാരുണ്ട്, ജോലിയല്ലേ? പഠിക്കട്ടോ. സോ ടുമോറോ വേണം.